എനിക്കറിഞ്ഞിട്ടെന്താ മതി, വന്നത് വന്നു. ഗോപിയേട്ടന് അറിയില്ല എത്ര ദിവസമായി ഇങ്ങനെ ആരോടും പറയാതെ. എത്രയായി? 3 മാസം. എന്റെ അച്ഛനെങ്ങനെ അറിഞ്ഞാൽ? എനിക്ക് പേടിയാവുന്നു ഗോപിയേട്ട. ഇനി വേഗം കല്യാണം. കല്യാണം? കുട്ടികളെയാണോ കല്യാണം? എനിക്കൊരു ഡിഗ്രി കൂടി ആയിട്ടില്ല. PhD ഉള്ളവരാ റോഡിൽ ജോലിയില്ലാതെ അലയുന്നത്. ഗോപിയേട്ടന് ഇപ്പൊ ഉള്ള ജോലിയില്ലേ? പിന്നെ ദേ ഈ ആഭരണങ്ങളൊക്കെ വിൽക്കാം. എസ്റ്റേറ്റിൽ വേറെയുണ്ട്. നമുക്കിതൊക്കെ പോരെ? മതി. എനിക്ക് ഹോട്ടലിലെ ഗുമസ്ത ജോലിക്ക് കിട്ടുന്ന 500 രൂപയുണ്ട്. പോരെങ്കിൽ നിന്റെ ഈ ആഭരണങ്ങൾ. രാജാ റാണി പോലെ കഴിയാം. വിഡ്ഢിത്തം പറയാതമ്പി. നിന്റെ കുഴപ്പം എന്താണെന്ന് നിനക്കറിയോ? നിനക്ക് പണമില്ലാത്ത ജീവിതം എന്താണെന്ന് അറിയില്ല. നിന്റെ അച്ഛനുള്ള പോലെ എസ്റ്റേറ്റും 4 കാറും എല്ലാവർക്കും ഉണ്ടെന്നാണ് നിന്റെ വിചാരം. ഗോപിയേട്ടൻ എന്നോട് ദേഷ്യമാണോ? ദേഷ്യമൊന്നും ഇല്ല പെണ്ണെ. എന്റെ ഡിഗ്രി കഴിഞ്ഞ് അച്ഛനെ കൊണ്ട് കാര്യമൊക്കെ മെല്ലെ ശരിയാക്കാമെന്നാണ് ഞാൻ പ്ലാൻ ചെയ്തത്. അന്നേ ഞാൻ പറഞ്ഞില്ലേ ഈ ഏർപ്പാട് നടക്കണമെങ്കിൽ ഗുളിക ശരിക്ക് കഴിക്കണമെന്ന്. 2 ദിവസം ഞാൻ മിസ് ചെയ്തുള്ളൂ. പരീക്ഷ തിരക്ക് വാങ്ങാൻ മറന്നുപോയി. പരീക്ഷ തിരക്കിലും ഇതൊന്നും മറന്നില്ലല്ലോ. ആദ്യം ആരാ എന്നെ നിർബന്ധിച്ചത്? ഞാൻ എത്ര കരഞ്ഞു പറഞ്ഞു ഇതൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് മതിയെന്ന്. ഗോപിയേട്ടൻ കേട്ടുവോ? ഇനിയിപ്പോ കരയല്ലേ പെണ്ണെ. നീ കരഞ്ഞ എനിക്ക് സഹിക്കില്ല. നമുക്ക് വഴിയുണ്ടാക്കാം. എനിക്ക് നമ്മുടെ രാമേന്ദ്ര പിഷാരുടെ അടുത്തൊരു മരുന്നുണ്ട്. അതൊന്ന് കഴിച്ചു നോക്കാം. എന്താ ഗോപിയേട്ട പറയുന്നേ? അലസിപ്പിക്കേ? അതൊക്കെ തെറ്റല്ലേ? ഓപ്പറേഷൻ ഒന്നും വേണ്ട. വെറും 2 ഗുളിക കഴിക്കേ വേണ്ട. പിന്നെ നിന്റെ സമാധാനത്തിന് വേണമെങ്കിൽ രജിസ്റ്റർ ഓഫീസിൽ പോയി അതും ശരിയാക്കാം. അതെയോ? പക്ഷെ നേരെ ഒരുപാടായല്ലോ. ഏയ് അതൊന്നും സാരമില്ലെന്നേ. രജിസ്റ്റർ ഓഫീസിലെ പരമേശ്വരൻ എനിക്ക് നല്ല പരിചയമുണ്ട്. നേട്ടനോട് സിനിമയ്ക്ക് പോകുന്നെന്നും പറഞ്ഞാ വന്നത്. സിനിമ കഴിയുന്ന സമയമാകുമ്പോഴത്തേക്കും മടങ്ങി എത്തണം. അല്ല, ഈ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് സിനിമയ്ക്ക് പോകണം എന്താന്ന് ആയമ്മ ചോദിച്ചില്ലേ? കുട്ടിയപ്പ പാലക്കാട്ടിൽ നിന്ന് വന്നു ഞാൻ നോണ പറഞ്ഞു. ചന്ദ്രിക മലയാള സിനിമ കാണില്ല എന്ന് ആയമ്മ അറിയാത്തത് ഭാഗ്യം. ഗോപിയേട്ട ഈ സാരി ഒന്ന് പിടിക്കോ? ഇത് എപ്പോഴും ഇങ്ങനെ അഴിഞ്ഞു ചാടി. കല്യാണം കഴിഞ്ഞാൽ നിനക്കൊരു കോട്ടൺ സാരി കൂടി വാങ്ങിച്ചു തരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്കൊന്നും വേണ്ട ഗോപിയേട്ട. ആ, നീ ഇന്നും ഒന്നും കഴിച്ചില്ലേ? നിനക്ക് വേണ്ടി മാത്രമേ വാങ്ങിയത്. പാച്ചുള്ളിയുടെ അല്ല. മാരാരുടെ അല്ലേ? അയാളുടെ കടയിലെ വൃത്തിയോട്. ആ, ഇതാ ഞാൻ പറഞ്ഞത്. നിനക്ക് മാരാറുടെ വടവടെ പിടിക്കുന്നില്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ 5 സ്റ്റാർ ഹോട്ടലിൽ പോകാന്നാണോ വിചാരിക്കുന്നത്? വിശന്നിങ്ങൾ നടന്നു. ദുർവാശിയുടെ ഫലമതാ. ആ പിന്നെ കൂടി പോയിക്കോളൂ. ആ വിശാലമയ്ക്ക് പരുന്നന്റെ എണ്ണ ഞാൻ റോഡിൽ വരാം. പോയിക്കോ. ഇങ്ങനെ ഒളിച്ചും പതിഞ്ഞ് നടന്ന് എനിക്ക് മതിയായി. അച്ഛൻ അറിഞ്ഞാൽ എന്താ ഉണ്ടാവാൻ പോണെന്ന് ഞാൻ പറയാതെന്ന് നിനക്കറിയാമല്ലോ. കുട്ടിയപ്പയുടെ ശശിയുടെ കാര്യം നീ തന്നെയല്ലേ പറഞ്ഞത്? അച്ഛൻ എന്താ ചെയ്യാ? എനിക്ക് അച്ഛന്റെ ചില്ലി കാശ് വേണ്ട. പണമില്ലാത്ത ആൾക്കാർ എങ്ങനെയാ കഴിയുന്നെന്ന് കാണുന്നില്ലേ? അയ്യോ, അടച്ചുപോയി. പരമേശ്വര, പരമേശ്വര, പരമേശ്വരൻ പോയെന്ന് തോന്നുന്നു. നമുക്ക് മടങ്ങാം. വാ. എന്നാ ഞാൻ വരട്ടെ. അപ്പൊ മരുന്ന്? ആഹാ, മനസ്സ് മാറിയോ? ഞാനിപ്പോ വരാം. ഇത് 2 നേരെ പാടൂട്ടോ. ഉഗ്ര സാധനമാ. 3 പ്രാവശ്യം കഴിച്ചാൽ കുടലൊക്കെ എരിയും. തനിക്കിപ്പോ തരാട്ടോ. കണക്കൊക്കെ പല വിധ. വെളുപ്പ്, കറുപ്പ്. നമ്മുടെ ലക്ഷ്മിക്കും അത് തന്നെയാ പറ്റിയത്. ഏത് മൂന്നിന്റെയോ? ആ, അവള് തന്നെ. തന്നോട് പറയാലോ, താനൊരു ജെന്റിൽമാനാണേ. നീ ആ സാധനം എടുത്ത് തരാലോ. പുതിയ ഫ്രഞ്ച് സാധന, നല്ല മധുര. കുറച്ച് വയറുവേദന ഉണ്ടാവുന്നേ ഉള്ളൂ. വെള്ളം കൂടി കുടിക്കണ്ട. കുറച്ച് പനി പോലെ ഉണ്ടാവും. ആർക്ക് വേണ്ടിയാ? ആ കോമളം. ഓ, കോരയുടെ.
ആരാ കുഴപ്പത്തിൽ ചടിച്ചതെന്ന് തന്നോട് പറഞ്ഞില്ല ഓ ഇല്ല അതാ പണിയെടുക്കുന്ന വീട്ടിലെ തമ്പ്രാക്കന്മാരറിയില്ല അവർക്ക്. ഈ പെൺകിടാങ്ങളൊക്കെ തന്റെ അടുത്ത് എങ്ങനെ എല്ലാ സ്വകാര്യങ്ങളും പറയണേ? തനിക്കെന്താ വല്ല മന്ത്രവാദം ഉണ്ടോ? താൻ നിൽക്കണോ, ഒരു സാധനം കാണിച്ചു തരാം. ഇന്നലെ കിട്ടിയതാ, ഉഗ്ര സാധന. ആ 17ാമത്തെ പേജ് ഒന്ന് നോക്കണോ. കറുപ്പനാ, പക്ഷെ മുതലെന്താന്ന് നോക്ക്. കറുപ്പായാലും വെളുപ്പായാലും ഒക്കെ ഒന്ന് തന്നെയാ. എന്റെ വേറെ ഉണ്ട്. പൊറോട്ട അമ്പയാണെന്ന് സംശയം തോന്നി. നമ്പ്യാരെങ്കിലോ ഇവിടെ? കടന്നപ്പോഴേ മനസ്സിലായുള്ളൂ. ബസ് കാത്തു നിൽക്കുകയാണോ അതോ വല്ല കാമുകനെയും? ഞാനിവിടെ പ്രിന്ററെ കാണാൻ വന്നതാ. ആലപ്പുഴ പറ്റാഞ്ഞിട്ടല്ല, പക്ഷെ നമ്മുടെ ജോർജ് കുട്ടിയുടെ ഇവിടെ പേരിന് 20 പൈസ ചീപ്പാണ്. 20 പൈസയല്ലേ കുറവ് എന്ന് അമ്പ വിചാരിക്കും. പക്ഷേ അതിനെ 5000 കൊണ്ടൊന്ന് പെരുക്കി നോക്കൂ, എത്രയായി? ഒരു ദിവസം തിരക്കില്ലാത്തപ്പോ വാടോ, നമുക്കിരുന്നൊരു കമ്പാരിസൺ നടത്താം. ഓ വരാം. അമ്മ കാറിൽ കയറിക്കോളൂ, കൊണ്ടുവിടാം. ഇല്ല നമ്പ്യാരെങ്കിൽ, എന്റെ ഒരു ഫ്രണ്ട് വരും. പെണ്ണോ അതോ ആണോ? അച്ഛനോട് പറയില്ല. ഒന്നുമില്ല അങ്കിൾ, ഇവിടെ കുന്നംകുളത്ത് എന്ത് നടക്കാനാ? അപ്പൊ അമ്മക്ക് എങ്ങും പോകണ്ട, ഇവിടെ കാമുകം വരുന്നുമില്ല. എന്നാ ഞാൻ പോട്ടെ. ആ പോവാം. തനിക്ക് കണ്ണ് കണ്ടോടോ? തന്റെ മുഖത്ത് കണ്ണില്ലടോ. എടുത്തോണ്ട് പോടോ അവിടുന്ന്. ആരാ? അച്ഛന്റെ ഒരു ഫ്രണ്ടാ, പടുബോറൻ. പൊടിപ്പും തൊങ്ങലും വെച്ച് കാര്യങ്ങൾ പറഞ്ഞു വരുത്തും. കുട്ടിയൊപ്പിക്ക് ഇയാള് കാരണാ. നമ്മുടെ ശശിധരന്റെ കാര്യം. അപ്പൊ ഇയാളാണോ സ്പൈ? ആ, 2 എണ്ണം ഉറങ്ങുന്നതിന് മുമ്പ് കഴിച്ചാൽ മതി. കുറച്ച് പനി പോലൊക്കെ തോന്നും. മരുന്ന് വെച്ച സ്വാദ്. അയ്യോ, അത് സുമ വരുന്നു. ഇനി അവള് കണ്ട നാടാകെ പാട്ടാവും. ജിമ്മി, എന്തു പറ്റി? അമ്മേ, കുട്ടനോ നീ ഇന്ന്? എനിക്ക് നമ്മയൊന്ന് കാണണമെന്ന് തോന്നി. എനിക്ക് വല്ലാതെ വിശക്കുന്നു അമ്മേ. നീ ഇന്ന് വരുന്ന് വിചാരിച്ചില്ലല്ലോ. എന്താ ഞാൻ നിനക്ക് അമ്മയുടെ പൊടിയരി ഉപ്പുമാവ് ഞാൻ എടുത്തു തരാം. പൊടിയേരി കഴിഞ്ഞു പോയില്ല മോനെ. ഞാൻ മാപ്പിളയുടെ കടയിൽ നിന്ന് പൊടിയരി വാങ്ങിച്ചോണ്ട് വരാം. മാപ്പിള എനിക്ക് കടം തരില്ല എന്ന് പറഞ്ഞു. ഞാൻ നിനക്ക് ഇത്തിരി ഗോതമ്പ് ഉപ്പുമാവ് ഉണ്ടാക്കി തരാം. അമ്മ എന്തുണ്ടാക്കിയാലും എനിക്കിഷ്ടമാണ്. ഓ, എന്തൊരു ചൂടാ! ആ നടപ്പരയിൽ ഇത്രയും കൂടെ കാറ്റില്ല. ജിമ്മിക്ക് എന്താ പറ്റിയമ്മേ? എന്തോ 2 ദിവസമായിട്ട് അവന് സുഖമില്ലാന്ന് തോന്നുന്നു. ഒന്നും ഉണ്ടാവില്ല, വിശന്നിട്ടായിരിക്കും. ജിമ്മി, ദാ. നിന്റെ മുഴുവൻ ഉപ്പുമാവ് അവന് ഇട്ട് കൊടുക്കണ്ട. പാവം ജിമ്മി. ഞാൻ നിനക്ക് ഇത്തിരി വെള്ളം തരുന്നുണ്ട്. എന്തു പറ്റിയമ്മേ? ഓ, പിന്നെയും തുടങ്ങിയോ കാലിന്? അമ്മ എവിടെ ഇരിക്കും? അമ്മ എന്തിനാ ഇങ്ങനെ ഓടിച്ചാടി നടക്കുന്നത്?
എങ്ങനെയാണെന്നറിയില്ലേ? ആ പൈക്കുട്ടറെ പിന്നാലെ കൊന്നു കേറി. അതൊരു ദിവസം ആ കുന്നത്തെ പാറമെന്ന് വീഴും. താഴെ അഗാധമാന്ന് ഓർത്തോളൂ. ശാരദ വീണ ഓർമ്മയുണ്ടല്ലോ. അമ്മയുടെ മുടിയൊക്കെ കൊഴിഞ്ഞു. കുഴിയിലേക്ക് കാലം നീട്ടിരിക്കണ എനിക്ക് എന്തിനാ മുടി കുട്ട? നിനക്കൊരു നല്ല സ്ഥിതി വന്നാ മതിയെന്നേ. ഒക്കെ ഉണ്ടാവും അമ്മേ. അമ്മയ്ക്ക് കസവ് വേഷ്ടി, നല്ലൊരു ബംഗ്ലാവ്, വീട്ടിൽ വേലക്കാരി, പിന്നെ ഒരു സിയാറ. സിത്താരൊന്നും വേണ്ട, എനിക്കിനി പാട്ട് പഠിക്കാനൊന്നും വയ്യ. അയ്യോ, സിത്താർ അല്ലമ്മേ, ടാറ്റ സിയാറ കാറ്. സ്വപ്നം കണ്ടിരുന്നോ? കാണണ്ട ഈ വീട്ടിലിരുന്നെ. എന്താ അച്ഛൻ പറയണത്? അമ്മ എവിടെ പോവാനാ? കല്യാണി തറവാടുത്തോടെ കുടുംബമായത്. ഗോപിയുടെ അമ്മ നല്ല തറവാട്ടിൽ തന്നെയാ. അവനൊരു ഡിഗ്രി കൂടെ ഇല്ല. ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കാൻ വയ്യാത്തതാണോ ഒരു പ്രേമം? അമ്മ അച്ഛനോട് പറയാതെ ഒരു കല്യാണം കഴിച്ച് ഒക്കത്തൊരു കുട്ടിയായി വന്നെന്നാ അച്ഛൻ ഇറങ്ങി പോവാൻ പറയും അവളോട്. നിനക്കൊക്കെ പറയാൻ കല്യാണി, കമലം പോയ ശേഷം നിങ്ങളെ മൂന്നുപേരെയും നോക്കി വളർത്താണ്ടാണ് കഷ്ടം. എനിക്കല്ലേ അറിയൂ. നടുരാത്രി ബഹളം, ഉറങ്ങൂട്ടി. वो हिंदी का महान लेखक और पत्रकार हैं. സാമാനിക് ചേതന, പാരിവാരിക് വിശ്ലേഷൺ, സാമൂഹ്യ അവബോധമുള്ള ഒരു എഴുത്തുകാരൻ. നാളെ ക്ലാസ്സിൽ എലാബറേറ്റ് ചെയ്യാം. അതിനു മുമ്പ് ഈ സ്റ്റാൻസ എല്ലാവരും തർജ്ജമ ചെയ്യാം. അച്ഛനെ ഒന്ന് ഓർമ്മിപ്പിക്കൂട്ടോ സുകുമാരന്റെ കാര്യം. ശരി സർ. എന്താ എത്ര വൈകിയത്? ഞാൻ കുറെ വെയിറ്റ് ചെയ്തു. ഇന്ന് എണീക്കാൻ വൈകി. ഇന്നലെ എന്തുണ്ടായി? ഒന്നും ഉണ്ടായില്ല, കുറച്ച് പനി മാത്രം, വായിലും മരുന്നിന്റെ കയ്പും. ഇനി വേഗം കല്യാണം. നമ്മൾ രജിസ്റ്റർ ഓഫീസിൽ. വിട്ടിത്തം പറയാതിരിക്കൂ. രജിസ്റ്റർ കല്യാണം എന്ന് പറഞ്ഞാൽ ഹോട്ടലിൽ പോയി ചായ കുടിക്കുന്നവരാണ്. ഒരു മാസം മുമ്പ് നോട്ടീസ് കൊടുക്കണം. സാക്ഷികൾ വേണം. അപ്പൊ ഇനി എന്താ ചെയ്യാ? നിർബന്ധമാണെങ്കിൽ നമുക്ക് അമ്പലത്തിൽ വെച്ച് കല്യാണം നടത്താം. നീ ഏതായാലും വൈകിട്ട് റൂമിലേക്ക് വാ. ചെല്ലേ.
പ്രാവശ്യമെങ്കിലേ ഗോപിയേട്ടനെ ഒന്ന് പേടിപ്പിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. ആ, ഞാനൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. എന്താണെന്നറിയോ? തോറ്റൊന്ന് പറയുകയാണെങ്കിൽ തരാം. തോറ്റു. ദാ. ഗോപിയേട്ടന് ഇഷ്ടായോ? ഇഷ്ടമായി. ആ, നാളെ എപ്പോഴാ അമ്പലത്തിൽ പോന്നേ? നാളെ തന്നെ വേണമെന്നുണ്ടോ? 1-2 ആഴ്ച കഴിഞ്ഞിട്ട് പോരെ? മറ്റന്നാ ഞാൻ എസ്റ്റേറ്റിലേക്ക് പോവും. നാളെ കല്യാണം കഴിഞ്ഞാ വല്യപ്പയോട് കാര്യങ്ങളൊക്കെ പറയാം. വല്യപ്പ പിന്നെ ഒക്കെ ശരിയാക്കി തരും. ശരി, എന്റെ ഹോട്ടലിലെ പണി കഴിഞ്ഞ് 1:30 മണിക്ക് അമ്പലത്തിൽ പോകാൻ വരാം. അയ്യേ, വ്യാഴാഴ്ച 1:30 മുതൽ രാവുകാല, രാവിലെ യമകണ്ഠ കാലോ. ശരി, എന്നാ 1 മണിക്ക് കല്യാണം കഴിക്കാം. ആ, നീ എനിക്ക് ഇതൊന്ന് തർജ്ജമ ചെയ്ത് തരൂ. ഗോപിയേട്ടൻ എന്നെക്കാൾ ഹിന്ദി അറിയാലോ. ഇതൊരു പെണ്ണെഴുതുന്ന എഴുതാ. ഞാൻ എത്ര എഴുതിയിട്ടും ശരിയാവുന്നില്ല. ആ, അതാ ഞാൻ പറഞ്ഞത് ചില കാര്യം പെണ്ണുങ്ങൾക്കേ പറ്റൂന്ന്. മദാമിക്ക് ക്ലാസ് ഇല്ലേ? നമ്പ്യാർ മാഷ് പിന്നെയും. ഞാൻ പോയില്ല. എന്താ ഇവിടെ ഉണ്ടായി? ജാഫ്നി ബോംബ് പൊട്ടിപ്പോലുണ്ട്. പുസ്തകം ഇങ്ങനെ അറിയണ്ട, സരസ്വതി കോപിക്കും. ഇന്ന് ആരും എന്നോട് ദേഷ്യപ്പെടില്ല, സരസ്വതി ഉൾപ്പെടെ. എന്താ വിശേഷം? അതൊക്കെ ഉണ്ട്. രാവിലെ എന്റെ ലോക്കറ്റ് കണ്ടോ? ഏത്? ആ പച്ചക്കല്ലുള്ള? അല്ല, അമ്മ തന്നാ പരന്നത്. ഞാൻ കൊറേ നേരമായി തരയുന്നു. ആ ഡ്രോയറിൽ എവിടെയെങ്കിലും ഉണ്ടാവും. ഇപ്പൊ എന്താ അതിനോടൊരു? സാധാരണ അത് ഇടാറേയില്ലല്ലോ. എനിക്ക് അതന്നെ കിട്ടണം. കിട്ടിയിട്ട് കുളിക്കാൻ കൂടെ പോകും. കുളിക്കേ? മദാമ 6 മണിക്ക് മുമ്പ് കുളിക്കാറേ ഇല്ലല്ലോ. എന്ത് പറ്റിയെന്ന്? ഗോപിയേട്ടൻ ഇല്ലെങ്കിലും ഒരു നല്ല കളർ ഷർട്ട് ഇട്ടൂടെ? ഇന്നെന്താ ആൾക്കാർ കണ്ടാല്? പതുക്കെ. നമ്മൾ നേരിട്ട് അച്ഛനോട് പറയുന്ന ഭംഗി. എനിക്ക് സന്തോഷായി. ഗോപിയേട്ടനോ? എനിക്കും. പൂജയ്ക്ക് ഇനി 10 മിനിറ്റ് സമയം കൂടിയുണ്ട്. നമുക്കിത് എവിടെ ഇരിക്കാം? വാ. എനിക്ക് പേടിയാവുന്നു. പേടിത്തൂറി. വലിയ ധൈര്യമുള്ള പെണ്ണ് വേണമെങ്കിൽ കുട്ടിയൊപ്പനെ കല്യാണം കഴിച്ചോളൂ. ഇതാ നോക്ക്, ദൂരത്ത് എന്ത് ഭംഗിയായിരിക്കുന്നു അല്ലേ? എനിക്ക് തല ചുറ്റുന്നു. നിന്റെ കൺമഷയൊക്കെ പരന്നു. ഇപ്പോഴോ? അയ്യേ, ആകെ പരന്നു. 2 കൈയും ചേർത്ത് ബലമായി തുടങ്ങി. ഈ മഞ്ഞട്ടവൽ ഇനിയും കളഞ്ഞില്ലേ? യോ, കൈവിടുവേ. ഇങ്ങനൊരു പേടിത്തൊണ്ടി. ഞാൻ ബലമായി പിടിക്കുന്നുണ്ട്. മരുന്ന് കഴിക്കില്ലെന്ന് ദുർവാശി പിടിച്ചാൽ ഇതാ ശിക്ഷ. എന്നെ വിട്ടിയാക്കാൻ ശ്രമിക്കരുത്. നടക്കേണ്ടത് നടന്നു. ഇനിയിപ്പോ പറഞ്ഞിട്ടെന്താ കാര്യം? കോളേജ് കുമാരി എന്നാ തോന്നണേ. കണ്ടപ്പം നമ്മുടെ കേശവൻ വൈദ്യയുടെ പൽപ്പനയാന്നാ തോന്നിയത്. പക്ഷെ പൽപ്പിനിക്ക് ഇത്ര നിറമില്ല. നിങ്ങൾക്ക് ആള് മയ്യത്തായ കൂടി തൊലിപെടുത്തണമെന്നാ നോട്ടം.
മണ്ണാൻ കട്ട. ഇൻസ്പെക്ടർ ജോൺസൺ ഉണ്ടോ? ഉണ്ട്. പക്ഷെ വേറെ ആൾക്കാർ? ഞാനും ഒക്കെ ആ കുടുംബത്തിൽ തന്നെയാ. 4 മണിക്ക് മടങ്ങണം. അമ്പിയുടെ. ശരി സർ, ഒരു കുഴപ്പമില്ല. രാത്രിക്ക് മുമ്പ് വീട്ടിലെത്തിക്കാം. സാറ് പോയിക്കൊള്ളൂ. അല്ലെങ്കിൽ ഒരു ഫോർമാലിറ്റി. എന്ത് ഫോർമാലിറ്റി? ഇത് ആത്മഹത്യ എന്ന് പറയാൻ നിങ്ങൾക്ക് എന്താ തെളിവുള്ളത്? എന്റെ നെവ്യൂ ആണ് വിജയൻ. നിനക്കെന്താ ഇവിടെ കാര്യം? കാര്യമുണ്ട്. ആ, കേസ് അന്വേഷണം നടത്തുന്ന ഇൻസ്പെക്ടർ ജോൺസൺ ഇതൊരു ആത്മഹത്യയാണെന്ന നിഗമനത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നു. നല്ലൊരു നിഗമനം. ഇന്നലെ നീ ഫോണിൽ സംസാരിച്ചല്ലേ? എന്നിട്ടെന്താ ആർക്കും തലേ കയറാത്തത്? ഒരു പറങ്ങിമാവിൻ മേൽ കയറാൻ പേടിത്തൂറിയുന്ന പെണ്ണ് കുന്നിമേലിന്ന് ചാടുവോ? ജേട്ടൻ പറയണത് ശരിയാണ് കേട്ടോ. അമ്പയ്ക്ക് കുറച്ച് ഉയരത്തിൽ പോയാൽ ഉടനെ തല ചുറ്റും. കല്യാണിറ്റിയുടെ അതേ പ്രകൃതാണ് ആയിരുന്നു. മരിക്കാൻ തീർച്ചയാക്കിയാൽ സ്വബുദ്ധി വിടും. പിന്നെ ആ എഴുത്തും. എന്തെഴുത്ത്? ഇന്നലെ എനിക്ക് എഴുത്തു വന്നു. ഞാൻ ചെയ്യുന്നത് തെറ്റാണെന്ന് എനിക്കറിയാം. പക്ഷെ വേറെ വഴികൾ എനിക്ക് അറിയുന്നില്ല ചേച്ചി. ഇതാണ് വലിയ തെളിവ്. ഇതിൽ അമ്പിയുടെ പേര് കൂടിയില്ലല്ലോ. അവളുടെ കൈയിഷ്ടം തന്നെ ഇത്. സാർ ചായ. വേണ്ട. നിങ്ങൾ എവിടുന്നായി ചായ വാങ്ങിയത്? ആ ബെക്കനാടിന്ന് വാങ്ങി. ഇതിൽ വേറെയും കുഴപ്പമുണ്ട്. അമ്പി ചന്ദ്രുവിനെ കുട്ടിയൊപ്പാന്നാ വിളിക്കാറുള്ളത്, ചേച്ചി എന്നല്ല. കുട്ടിയൊപ്പിന്നും വല്യൊപ്പിന്നായിരുന്നു. മരിക്കാൻ തീർച്ചയാക്കിയ ഒരാൾ സ്വബുദ്ധി വിടും. അത് തന്നെ പറഞ്ഞിരുന്നോളി. ഞാൻ പറയണത് അവൾ മരിക്കാൻ തീർച്ചയാക്കിയാൽ തന്നെ വല്ല ഉറക്ക ഗുളികയും കഴിക്കുകയുള്ളൂ എന്നാ. സാറ് എഴുത്തും തന്ന 1 മിനിറ്റിൽ ഒരു കോപ്പി എടുത്തു തരാം. സാറിന് വിരോധമില്ലെങ്കിൽ. ഓർക്കേ സാർ, ഇതിന്റെ 2 കോപ്പി വേണം. വേഗം കൊണ്ടുപോവാ. സാറ് കാത്തിരിക്കുന്നു. ശരി സാർ. അപ്പൊ ഇതങ്ങനെ വിടാൻ പോവാണ്? പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്നാണ് നീ പറയണത്? ഏയ്, ഒന്നും ചെയ്യണ്ട. ജേട്ടൻ എന്താ തോന്നുന്നേ? എനിക്ക് പലതും തോന്നുന്നുണ്ട്. 4 ദിവസം മുമ്പ് മമ്മൂട്ടി മോഹൻലാൽ എന്ന് ഭ്രാന്ത് പിടിച്ചു നടന്നിരുന്ന ആ പെണ്ണ് പെട്ടെന്നൊരു നട്ടുച്ചയ്ക്ക് കുന്നിന്റെ പുറത്ത് നിന്ന് ചാടില്ലാന്ന്. ഇനി അങ്ങനെ ചാടാൻ തീർച്ചയാക്കിയാൽ തന്നെ ടിപ്പിന് ഡ്രസ് ചെയ്യില്ലാന്ന്. അതുകൊണ്ട് പണി കുറയ്ക്കാൻ വേണ്ടി വേഗം ഫയൽ ക്ലോസ് ചെയ്യല്ലേ. ഒരു ഫുൾ ഇൻവെസ്റ്റിഗേഷൻ നടത്തണം. ശരിക്ക് പറഞ്ഞാൽ ഈ കേസ് ഞങ്ങളുടെ അധികാര പരിധിപ്പെട്ടതല്ല. നിനക്ക് നിന്റെ പണി നോക്കിയാ പോരെ വിജയ. സാറ് കമ്മീഷണർ സാറിനോട് സംസാരിക്കുമ്പോൾ ഒന്ന് സൂചിപ്പിച്ചാൽ മതി. ഇനി 13 മാസമേ ഉള്ളൂ റിട്ടയർ ആവാൻ. ഇപ്പോ പെട്ടെന്നൊരു ട്രാൻസ്ഫർ വന്നാൽ വലിയ കഷ്ടാവും. ഈയിടെ ആ മോക്കൊരു പെൺകുഞ്ഞ് പറഞ്ഞത്. പേടിക്കണ്ട, ഞാൻ പറയാം. ഇനി സുഗതൻ സ്ഥലത്തില്ലെങ്കിൽ തന്നെ ഞാൻ മന്ത്രിയോട് നേരിട്ട് പറയാം. മോളെ എന്നിട്ടൊന്നും കഴിച്ചില്ലേ? എനിക്കൊന്നും വേണ്ട കുറുപ്പേ. ചന്ദ്രയോട് ഞാൻ വിളിച്ചു എന്ന് പറഞ്ഞോ? ആ കുട്ടി ഒന്നും വേണ്ടാന്ന് പറഞ്ഞു. കുറെ കരഞ്ഞു. ഇപ്പൊ ഉറങ്ങിനാ തോന്നണത്. ഹലോ, അതെ, ഇപ്പൊ വിളിക്കാം. പോലീസ് ഇൻസ്പെക്ടറാണ്. പിന്നെ വിളിക്കാൻ പറയണോ? വേണ്ട. മൂക്കിന്ന് ഇത്തിരി പാല് കൊണ്ടുവരാം. അതെ, വെറുതെ ഓരോന്നുണ്ടാക്കി പരത്തിയിട്ട് എന്താ കാര്യം? ഇതൊന്നും പത്രക്കാരും ടി വിക്കാരും അറിയാതെ നോക്കണം. ഞാൻ മറ്റന്നാ കമ്മീഷനെ കാണും. അപ്പൊ പറയാം. ഒരാഴ്ച കഴിഞ്ഞ് എന്നെ ഒന്ന് വിളിക്കൂ, ശരിയായിട്ടില്ലെങ്കിൽ. മോളെ പാല്. പട്ടിണി കിടന്നുകൊണ്ട് മരിച്ചു പോയവർ തിരിച്ചു വരില്ല മോളെ. മരണവാതിലൊഴികെ എല്ലാ വാതിലും അടക്കാന്ന ചൊല്ല്. മോളെ പാല്. വാളിനെടുത്തോ നിൽക്കുക. തനിക്ക് എന്താടോ? സാധനം കൊടുത്ത് പോയാ പോരെ, നോക്കി നിൽക്കാതെ. അച്ഛൻ എന്താ ഇത്ര ദേഷ്യം? കുറുപ്പ് പാവം. ആരോട് എങ്ങനെയാ പെരുമാറേണ്ടെന്ന് ഇനി നിനക്കറിയില്ല. 25 വയസ്സായി. എനിക്കും ചില കാര്യങ്ങളൊക്കെ അറിയാം. അങ്ങനെ അറിയുമെങ്കിൽ ഇപ്പൊ നടന്നിട്ടുണ്ടാവില്ല. എന്ത്?
എന്താ അച്ഛൻ പറയണത്? എന്താ പത്രക്കാരറിയാൻ പാടില്ലാത്തത്? നിനക്കൊന്നും അറിയില്ല. മരിക്കുമ്പോ അമ്പിക്ക് 3 മാസം ഗർഭമുണ്ടായിരുന്നു അത്രേ. എങ്ങനെയാ നിനക്കറിയാ? കമ്പനി ഓഡിറ്റ് ചെയ്യാനും നാട്ടുകാരെ അക്ഷരം പഠിപ്പിക്കാനല്ലേ നിനക്ക് സമയമുള്ളൂ. സ്വന്തം അനിയത്തിമാരുടെ കാര്യം നോക്കാൻ നിനക്ക് സമയമുണ്ടോ? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. ആരാ ഇവര് രണ്ടുപേരെ ഇത്രയും കാലം നോക്കി വളർത്തിയെന്ന് അച്ഛന്റെ വിചാരം? ഹലോ. ആ ശരി. നീ എന്താ ഇവിടെ ചന്ദ്രു? ഞാനാണെന്ന് എങ്ങനെ ചേട്ടന് മനസ്സിലായത്? ഷനാൽ പെർഫ്യൂം ഇട്ട് കയ്യിലൊരു മന്തക്കം മോതിരമുള്ള എത്ര പെണ്ണുങ്ങളാ എന്റെ കണ്ണുപൊത്തുക. എവിടെ നിന്ന് കിട്ടി ഈ ചക്ക മോതിരം? സാർ ഇനി എന്തെങ്കിലും വേണോ? ഇപ്പൊ തൽക്കാലം നിർത്തിയേക്കാം. നിനക്കെന്താ വേണ്ടേ? ഒരു കാപ്പി അവൾക്ക് വേണ്ടി വരും. വേറെ ഇഡ്ഡലി. ഓ ആ എനിക്ക് 2 ഇഡ്ഡലി വേണം. സാർ സ്മോക്കിംഗ് എയർ കണ്ടീഷനാ. എടോ ഒരു ബീഡി കത്തിച്ചുകൊണ്ട് ലോകം ഇടിയാനൊന്നും പോണില്ല. മാനേജർ ചോദിച്ചാൽ വരാൻ പറ, ഞാൻ പറഞ്ഞോളാം. ശരി സാർ. ഇത് അമ്മ തന്നതാ. കല്യാണിറ്റിക്കൊരു വള കൊടുത്തു, എനിക്കിത്, അമ്പിക്കൊരു ലോക്കറ്റും. കല്യാണ ദിവസം മറക്കാതെ ഇടണമെന്നും പറഞ്ഞു. കഴിഞ്ഞ ആഴ്ച എസ്റ്റേറ്റിൽ പോയപ്പോഴാണ് എടുത്തിട്ടത്. ആട്ടെ, അമ്പിയുടെ കേസിന്റെ വലുതായോ? ആ ഇൻസ്പെക്ടർ ആളൊരു ഉഴപ്പനാ. ജേട്ടനോട് പറയണേല് തെറ്റില്ലല്ലോ. അമ്പിക്ക് 3 മാസം ഗർഭമായിരുന്നു. അതറിഞ്ഞപ്പോ അച്ഛനാകെ കലിതുള്ളി. ഇനി കേസ് അന്വേഷിക്കണ്ടെന്നും പറഞ്ഞു. അമ്മ പണ്ട് ക്ലാസ്മേറ്റിന് എഴുത്തയച്ചു, മകൾക്ക് ഗർഭമായി. വേലിചാടി പയ്യന്റെ മകളും അതിലേ ചാടി. ആട്ടെ, നീ എന്താ ഇവിടെ? ഒരു സ്റ്റുഡൻസ് ഫെഡറേഷൻ മീറ്റിംഗ് വന്നതാ. തന്നെയാണ്? അല്ല, പിന്നെ ഞാനും വേണു. ഓ ഞാനും വേണു. പോരെങ്കിൽ കല്യാണത്തിന് അമ്മ തന്ന മോതിരം ഇട്ട് നടക്കുന്നു. ആ പിന്നെ പിന്നെ നീ എന്നെ ചതിച്ച. ആ നിങ്ങളെങ്കിലും സുഖമായിട്ട് ജീവിക്കും. എങ്കിലെന്താലും വാഴ്ക. വേണു ജേട്ടന്റെ മാതിരിയാ കാണാൻ കുറച്ച്, പക്ഷെ മുഖം ഇതിലും ഭംഗിയുണ്ട്. പിന്നെ വേണു നാറിയ ബീഡി വലിക്കില്ല, നല്ല പനാമ മാത്രം. പ്രിയപ്പെട്ട ചന്ദ്രി, ഇന്നലെയും നിന്നെ ഞാൻ സ്വപ്നം കണ്ടു. നീ നീലപ്പുള്ളിയുള്ള കുർത്തയും സൺഗ്ലാസും ഇട്ട്. ആ മോശമല്ലെന്നേ ഉള്ളൂ. നിന്റെ മാത്രമായ വേണു. ഹോ, എങ്കിലും ചന്ദ്രികേ നമ്മൾ കാണും. മറ്റുള്ളവരുടെ എഴുത്ത് വായിക്കരുതെന്ന് അറിയില്ലേ? ഓ What happened? Bad dreams again? ഓ മദാമാര് എണീറ്റോ? പിന്ത് റൂമിൽ തന്നെയാണോ പല്ല് തേക്കുന്ന ഏരിയായിട്ട്? എങ്കിൽ കുളി ഇവിടെ തന്നെ ആവാലോ. ഇതാ ഇന്നലെ വന്നോ നിനക്ക് രജിസ്റ്റർഡ് ആയിട്ട്? What happened? അമ്പിയുടെ ലോക്കറ്റ് റൂംമേറ്റ് അയച്ചതാ. അമ്പി ഈ ലോക്കറ്റിന് വേണ്ടി മരിക്കുന്ന അന്നുകൂടി കുറെ തെരഞ്ഞിരുന്നു അത്രേ. ഇത് അമ്മ കൊടുത്ത ലോക്കറ്റാ. കല്യാണ ദിവസം ഇടണമെന്നും പറഞ്ഞ്. എനിക്കൊരു ഐഡിയ. വാട്ട്? എന്താ? ഒന്നുമില്ല. ആ ശാരദ ടു ഗിവ് മൈ റിപ്പോർട്ട്സ് ഇൻ ക്ലാസ് ടുഡേ. ഓക്കെ? വേണുവിനോട് ഒന്ന് പറയൂ കേട്ടോ, ഇന്ന് അസോസിയേഷൻ മീറ്റിംഗിന് എനിക്ക് വരാൻ വയ്യാന്ന്. ഞാൻ ഇന്ന് കുന്നംകുളത്തേക്ക് പോവാണ്. അവിടെ നിന്ന് ഫോൺ ചെയ്യാന്ന് പറയൂ. ശരി.
വന്നതാ. അപ്പൊ ജയേട്ടനെ ഒന്ന് കാണാന്ന് വെച്ചു. വരൂ. കാറ് വായ തുറന്ന് കിടക്കുന്നുണ്ടല്ലോ നാണിയമ്മേ. അപ്പോ ഇന്ന് ജയേട്ടൻ വീട്ടിലുണ്ടോ? കഴിഞ്ഞ ആഴ്ച മുഴുവൻ ഇവിടെ ബസ് വാങ്ങുന്നതിന്റെ ബഹളായിരുന്നു. ആൾക്കാരുടെ വരവും പോകലും. ഇന്നലെ ശരിക്കു പറഞ്ഞ ഒന്ന് നേരത്തിനുണ്ടിരിക്കണത്. ആ കാറിന്റെ മേലെ രാവിലെ തൊട്ട് പണിയാ. എന്തോ ഒരു കുന്തം വാങ്ങാൻ വേണ്ടി കടയിലേക്ക് പോയിരിക്കാ ഇപ്പോ. ഞാൻ മോക്ക് കാപ്പി എടുക്കാം. ആ വേണോ? അവിടെ ഇപ്പോഴേക്ക് എത്തിയിട്ടുണ്ടാവും തോന്നി. അതെ, വിലാസിനി പറഞ്ഞു ഞാൻ കുന്നുകുളം വന്നിരിക്കാന്ന്. അതൊക്കെ നമ്മുടെ കല്യാണത്തിന് ശേഷം. ഓക്കെ? തമാശ വിടു വേണോ? ഇല്ല. അമ്പി കല്യാണം കഴിക്കാൻ പ്ലാൻ ചെയ്തിരുന്ന ആളെ പറ്റി ഞാൻ പുതിയ വിവരം തേടി വന്നിരിക്കുക. തിങ്കളാഴ്ച മടങ്ങും. വെക്കട്ടെ? ഓക്കെ. ഹലോ. ഹലോ, ഹൗ ആർ യു? സൂപ്പർ പെർഫോമൻസ്. വൺസ് മോർ. കൈ കൊടുക്ക്. വയസ്സ് 30 ഇനി കുട്ടികളി മാറിയിട്ടില്ല. അയ്യോ, വയസ്സധികം ആക്കല്ലേ, ആരും പെണ്ണ് തരില്ല. അല്ലെങ്കിലും സുന്ദരിമാരെ കാത്തിരിക്കല്ലേ ഈ മുഖം കണ്ട. സുന്ദരിയൊന്നും വേണ്ട, മതി. കല്യാണിയുടെ പുതിയ ഫ്ലാറ്റ് എങ്ങനെയാ? അസലത്രേ, ഓഫീസിന്റെ അടുത്താ. ഞാനൊരു കാര്യം എപ്പോഴും ജയേട്ടനോട് ചോദിക്കണമെന്ന് വിചാരിക്കും. ബസ് കമ്പനിക്ക് കുന്നിക്കുരുമല ട്രാൻസ്പോർട്ടിന് എന്തിനാ പേര് വെച്ചത്? അതിന് കാരണക്കാരൻ നിന്റെ തന്തപ്പടി തന്നെ. അച്ഛനോ? ഒരു ദിവസം പുള്ളിക്കാരൻ വീട്ടിൽ വരുമ്പോ ഞാൻ മാങ്ങുമ്പോ തിരുന്ന് വീട് വലിക്കുകയായിരുന്നു. വലിയ ദേഷ്യമായി. നിന്നെ കൊണ്ടൊക്കെ ഒരു കുന്നിക്കുരു കൂടെ വാങ്ങാൻ പറ്റിയാന്ന് പറഞ്ഞു. കമ്പനി തുടങ്ങിയപ്പോ കുന്നിക്കുരുവി തുടങ്ങി മല പോലെ വലുതാക്കാമെന്ന് വിചാരിച്ചു. അച്ഛനും ജയേട്ടനും എപ്പോഴും ഇങ്ങനെ. നീ എന്താ ഇന്നിവിടെ? 2 ദിവസം മുമ്പല്ലേ നിന്നെ ട്രിവാൻഡ്രത്ത് വെച്ച് ഞാൻ കണ്ടത്. പഠിക്കാനൊന്നുമില്ലേ? തെണ്ടി കിടന്നാ മാത്രം മതിയോ? കാരണമുണ്ട് ജയേട്ടാ. അമ്പി എന്ന് കുന്നുമേൽ നിന്ന് ചാടിയതല്ല, വീണതാ. കുന്നുംപുറത്ത് അമ്പലത്തിൽ കല്യാണം കഴിക്കാൻ പോയതായിരുന്നു. അമ്മ കല്യാണ ദിവസം ഇടാൻ പറഞ്ഞ ലോക്കറ്റ് അന്ന് കൊറേ തെരഞ്ഞിരുന്നത്രേ. അതുമല്ല, രാവിലെ തന്നെ കുളിക്കാനും പോയി. അതിന് അമ്പി എന്നും വൈകുന്നേരേ കുളിക്കാറുള്ളൂ. പോരെങ്കിൽ മഞ്ഞ ടവലും. അവൾക്ക് മഞ്ഞ കളറ് വലിയ വിരോധായിരുന്നു. അപ്പോ കയ്യിലുണ്ടായിരുന്ന മഞ്ഞ ടവല് കല്യാണം കഴിക്കുന്ന ആളുടെ ആയിരിക്കും. എന്നാൽ താഴെ വീണതാവണമെന്നില്ല. അയാൾ ഉന്തിയതാണെങ്കിലോ? അവൾ ഗർഭിണിയാണെന്നറിഞ്ഞാൽ അച്ഛൻ സ്വത്തൊന്നും അമ്പിക്ക് കൊടുക്കില്ല എന്ന് കരുതി അവൻ ഉന്തിയതാവും. അല്ലെങ്കിൽ ആരാ എഴുത്തയച്ചേ? ഏതായാലും തിങ്കളാഴ്ച വരെ നിൽക്ക്, ഞാനും കൂടെ കോളേജ് വരെ വരാം. ഒരു കൊല്ലം നടത്തിയവന് രണ്ടാമതൊന്നുകൂടി നടത്താൻ വലിയ മടിയൊന്നും കാണില്ല. ഓർമ്മ വെച്ചോ. അങ്ങനെ ആരും ഓർമ്മ വരുന്നില്ലല്ലോ ചേച്ചി. അമ്പിക്ക് അത്ര പേരൊന്നും അറിഞ്ഞിരുന്നില്ല. സുധാകർ പക്ഷെ അയാൾ കറുത്ത് തടിച്ചിട്ടാണ്. ഒരേ ഒരു പ്രാവശ്യം എന്നോട് അയാളെ പറ്റി അവള് പറഞ്ഞുള്ളൂ. വെളുത്ത് നീണ്ടിട്ടാണെന്നാ പറഞ്ഞത്. പിന്നെ ഞങ്ങൾ തമ്മിൽ തല്ലുകൂടി. അതുകൊണ്ട് അധികം ചോദിക്കാനും പറ്റിയില്ല. ചേച്ചിക്ക് ചായ വേണ്ടെന്ന് ഉറപ്പാണോ? ചെക്കനെ പറഞ്ഞിട്ടാ എളുപ്പം കിട്ടും. കുറച്ച് വെള്ളം മതി. വെള്ളത്തിനാ കഷ്ടം. ഇവിടുത്തെ വെള്ളത്തില് പുഴുവിനെയും തൊട്ടരട്ടിനെയും ഒക്കെ കണ്ടതാ. രാധയുടെ വീട് പാലക്കാടല്ലേ? പാലക്കാട് വരുമ്പോ ഹോസ്റ്റലിൽ വരും കേട്ടോ. ചേച്ചി ഒരു മിനിറ്റ്. ഒരിക്കലും ഒരാളൊരു പുസ്തകം കൊണ്ടുവന്നിരുന്നു. അമ്പി പുറത്തായിരുന്നു. ഞാനാ പോയി വാങ്ങിയത്. ആലോചിച്ച് നോക്കിയാ അയാൾ വെളുത്തിട്ടായിരുന്നു. അയാളുടെ പേരറിയോ? ഓർമ്മ വരുന്നില്ല. എന്തോ നീളമുള്ള പേരായിരുന്നു. ബാലമുകുന്ദൻ, ബാല അല്ല ഹരികൃഷ്ണൻ, അങ്ങനെ എന്തോ ആണ്. പുസ്തകത്തിന്മേൽ എഴുതിയിരുന്നു. ആ പുസ്തകം ഉണ്ടോ? ഉണ്ടാവണം. അന്ന് ഡ്രൈവർ വന്ന് സാധനങ്ങൾ കൊണ്ടുപോയപ്പോ പുസ്തകം അയക്കാൻ മറന്നു. ഒക്കെ പൊടി പിടിച്ചെടുക്കാണ്. ദാ കിട്ടി. ഹരിഗോവിന്ദൻ, 15 ചേവൂർ റോഡ്, കിഴക്കേ നട, ഗുരുവായൂർ. ഇനി ഇന്ന് ഗുരുവായൂർ പോയി വരാൻ സമയം? അതിനെന്താ ചേച്ചി, ഇന്ന് ഇവിടെ താമസിച്ച് നാളെ രാവിലെ പോയിക്കുള്ളൂ. മേട്ടനോട് ഞാൻ പറയാം. ഇക്കൊല്ലം വന്ന് ത്രേസ്യം 1 മാസേ ഉണ്ടായുള്ളൂ. കല്യാണം കഴിഞ്ഞു പോയി. രാധയ്ക്ക് ബുദ്ധിമുട്ടാവോ? ഏയ്, എനിക്കോ? தையலை கேளடி உந்தன் பையனை போலவே இந்த வையகத்தில் ஒரு பிள்ளை அம்மா நான் கண்டதில்லை. അഡ്രസ് பாலன் என்று வாரி அணைத்தேன், அணைத்த என்னை மாலையிட்டவன் போன் வாயில் முத்தமிட்டாண்டி. ഹരിഗോവിന്ദന്റെ അഡ്രസ് கோபிக்க
പൈസ കിട്ടിയാൽ വലിയ ഉപകാരാവും. കുട്ടിയുടെ നല്ല മനസ്ഥിതി ഇക്കാലത്ത് പൈസ കൊടുത്തോര് മടക്കി കൊടുക്കുവോ? പൈസ എന്തൊരു ചൂട്. കുട്ടിയുടെ അനിയന് ഗോപി പൈസ കടം കൊടുത്തത് കേട്ട് അത്ഭുതമാവണം. എന്നാ ആ ലോട്ടറി കിട്ടിയതിന്റെ ശേഷം ആവണം. പൈസ എന്താടാ നിനക്ക് തിരക്ക്? ഇവിടുന്ന് ഗോപി എവിടേക്കാ താമസം മാറിയത്? ഇവിടെ മൂപ്പരും ഒരു അമ്മാവനും കൂടിയാ കൂടിയിരുന്നത്. അമ്മാവന് അങ്ങ് തെക്ക് ഏതോ ഒരു മരുന്ന് കമ്പനിയിലാ ജോലി. ആള് മാറ്റം പോയപ്പോ ഗോപിയും പോയി. ഇപ്പൊ എവിടെയാണ്? ഞാൻ പറഞ്ഞില്ലേ, കുന്നംകുളം കണക്കെഴുത്ത ഡിലക്സ് ഹോട്ടലിൽ. ഏത് ഡീലക്സ് ഹോട്ടലില്? ആ പുതിയതില്ലേ, അത് തന്നെ. ആകെ ഒന്നെ ഉള്ളൂ. അക്കൗണ്ട് സെക്ഷൻ എവിടെയാണ്? അവിടെ അവിടെയോ? നേരെ വെക്കളൂ. ഇരിക്കൂ. ഈ പേജ് ഒന്ന് ടാലി ചെയ്ത ശേഷം വൗച്ചർ നോക്കാം. എന്താ വൗച്ചറിൽ കുഴപ്പം? അതല്ല, ഞാൻ വേറെ. എന്റെ പേര് ശാരദ. ഇവിടെ സെന്റ് മാത്യൂസിൽ ചേരാൻ പോവാണ്. നിങ്ങളുടെ അമ്മാവനെ കണ്ടുവോ? ആ കണ്ടു. ശാരദ ഞാൻ എവിടെയോ വെച്ച് പണ്ട് കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. ഏയ് ചാൻസ് ഇല്ല. നിങ്ങളുടെ അമ്മാവൻ കാണാൻ പറഞ്ഞതുകൊണ്ട്. അതെ, പുള്ളി എല്ലാരോടും പറഞ്ഞു വിടും, കുന്നംകുളം പോയാൽ ഗോപിനെ പോയി കണ്ടോളൂ, ഒക്കെ ശരിയാക്കി തരുമെന്ന്. ശരിക്കും ഒരു ടൂർ ഗൈഡ് ആവാം ഇവിടെ. അയ്യോ, ഞാൻ വെറുതെ തമാശ പറഞ്ഞാണ് കേട്ടോ. എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ശാരദയ്ക്ക് ചായയോ കാപ്പിയോ? വേണ്ട. ഇത്ര വൈകിട്ട് എന്താ കോളേജിൽ ചേരാൻ? പകുതി കൊല്ലം ആകാറായല്ലോ. ഹൈദരാബാദിലെ സീനിയർ കേംബ്രിഡ്ജിന്റെ റിസൾട്ട് ഈയിടെ വന്നത്. സ്ട്രൈക്ക് കാരണം ഒക്കെ ലേറ്റ് ആയി. ഇപ്പോ അച്ഛൻ എറണാകുളത്തേക്ക് ട്രാൻസ്ഫർ ആയി. പിന്നെ ഇവിടെ ഇവിടെയാ കെമിസ്ട്രി ഗ്രൂപ്പ് കിട്ടിയത്. ഇവിടെ സെയിന്റ് മാത്യൂസ് തിരക്കേടില്ല. മിഷണറി ആവുകൊണ്ട് ഇപ്പൊ കുറച്ച് സ്റ്റാൻഡേർഡ് ഉണ്ട്. ഉറപ്പാണോ ശാരദ ഇവിടെ ഒന്നും വന്നിട്ടില്ലെന്ന്? അതെ, ഞാൻ കുന്നംകുളത്ത് ആദ്യമായിട്ടാ. പക്ഷെ എനിക്കെന്തോ എവിടെയോ കണ്ടിട്ടുണ്ടെന്ന്. ഇപ്പൊ എവിടെയാ താമസിക്കുന്നത്? ഹോസ്റ്റലിലാണോ? ഏത് ഹോസ്റ്റൽ? അല്ല, ഹോട്ടലില്. ഇവിടെയാണോ? എനിക്ക് ഒരു അരമണിക്കൂർ കൂടി ഇവിടെ ഈ പണിയുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ ശാരദയ്ക്ക് ഇവിടേക്ക് ഒന്ന് ചുറ്റി കാണിച്ചു തരാം. വേണമെങ്കിൽ റൂമിലേക്ക് ഫോൺ ചെയ്യാം. വേണ്ട, ഞാൻ പുറത്ത് ഗാർഡനിലുണ്ടാവും. അങ്ങോട്ട് വന്നാ മതി. അതാണ് ബുക്ക് സ്റ്റാൾ. സാമാന്യം എല്ലാ നല്ല പുസ്തകങ്ങളും കിട്ടും. ഗൈഡും മറ്റും വേണമെങ്കിൽ കോളേജിന് മുമ്പിൽ ആ ചെറിയ ഡിപ്പോയിൽ പോയാൽ മതി. സാരിക്ക് മണിമലാസിൽ പോയാൽ മതി. ആ, ശാരദയ്ക്ക് സാരിയൊന്നും വേണ്ടല്ലോ. ജീൻസ് ഇവിടെ കിട്ടുമെന്ന് അറിയില്ല. തൃശ്ശൂർക്ക് പോകേണ്ടി വരും ഒരുപക്ഷെ. സാരില്ല, എനിക്ക് ഒരുപാട് ഡ്രസ് ഉണ്ട്. നിറയെ തുണിയുണ്ടെന്ന് പറയുന്ന ആദ്യത്തെ സ്ത്രീയാണ് ശാരദ. ടൗണിൽ നിന്ന് ഇത്രയും ദൂരമുള്ളതുകൊണ്ട് ഈ അമ്പലത്തിൽ അധികം ആൾക്കാർ വരാറില്ല. പക്ഷേ നല്ല ശക്തിയുള്ള പ്രതിഷ്ഠയാണ് കേട്ടോ. ഞാൻ ചിലപ്പോഴൊക്കെ വരാറുണ്ട്. അതെന്താ ശാരദയ്ക്ക് ഈ അമ്പലം തന്നെ കാണണമെന്ന്? അങ്ങോട്ട് പോണ്ട. ഈ പാറയിൽ നിന്നാണ് ഒരു കോളേജുമാരെ വീണത് അല്ലേ? ഞാനും നോക്കട്ടെ. ഭയങ്കര ആഴമാണ് കേട്ടോ. അംബികയുടെ ഏട്ടത്തി എന്തിനാ ഈ നുണയൊക്കെ പറഞ്ഞത്? അമ്പിയെ കല്യാണം കഴിക്കാന്നും പറഞ്ഞ് ഇപ്പൊ ഒന്നും അറിയാത്ത പോലെ നടിക്കുകയാണല്ലേ? കല്യാണമോ? ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾക്ക് ഞാൻ ആ കുട്ടിയെ ഒന്ന് ഹെൽപ്പ് ചെയ്തിരുന്നു. അതാ കുട്ടി തെറ്റിദ്ധരിച്ചതായിരുന്നു. അമ്പിക്ക് ഗർഭായതിനു ശേഷം കണ്ടുവോ? സത്യാണോ? അതെ. എങ്കിലത് അവനായിരിക്കും. ആര്? പേരറിയില്ല. അയാളുടെ പഴയ അഡ്രസ്സിന്റെ വീട്ടിലുണ്ട്. വെളുത്ത സുന്ദരനായിരുന്നു. പക്ഷെ എനിക്കെന്തോ ഒരു കള്ളലക്ഷണം തോന്നി. അതുകൊണ്ട് ഞാൻ അയാളുടെ അഡ്രസ് എടുത്തു വെച്ചു. ഉടനെ മഴ പെയ്യും തോന്നുന്നു. നമുക്ക് വേഗം പോവാം.
ഭാഗത്തൊന്നും മഴയില്ല. ആ സുധീർ പുറത്തു പോയി തോന്നുന്നു, ലൈറ്റ് വിട്ട് വാതിലടയ്ക്കാതെ. ആ ഇരിക്കൂ. തല ഓർത്തിക്കോളൂ, ജലദോഷം പിടിക്കണ്ട. ഞാൻ പോയി അഡ്രസ്സിലെത്തും തരാം. കിട്ടിയോ? അതല്ല, ചേച്ചിയുടെ കല്യാണത്തിന് ഞാൻ പോയിരുന്നു എന്ന് പറഞ്ഞല്ലോ. ഇതാ ക്ഷണക്കത്തിലെ തീയതി നോക്കൂ. അമ്പി മരിക്കുമ്പോൾ ഞാനിവിടെ ഇല്ലായിരുന്നു എന്ന് ഇപ്പോഴെങ്കിലും വിശ്വാസമായോ? ഗോപി വിശ്വാസം ഇല്ലെങ്കിൽ ഞാനിവിടെ വരുമോ? ഞാൻ ഹോട്ടലിൽ ചെന്നപ്പോ അവര് പറഞ്ഞു നീ ഹരിയുടെ കൂടെ ഇങ്ങോട്ട് വന്നിരിക്കുകയാണെന്ന്. അവൻ നിന്നെ ഉപദ്രവിക്കാൻ താഴേക്ക് ഇതും കൊണ്ട് വരുമ്പോ ഞാൻ കണ്ടത് ഭാഗ്യം. ഉപദ്രവിക്കേ? ആ എന്നെയോ? ആ ഓ വേണോ? എന്താ വേണു ഇരട്ടില്? ഗോപി സാർ, സുധീർ സാർ, എവിടെ പോയിരിക്കില്ല ഈ സമയത്ത് വാതിലും തുറന്നിട്ട്? എന്തിനാ വേണു ലൈറ്റ് ഓഫ് ആക്കിയത്? ഗോപിക്ക് എന്താ പറ്റിയത്? താഴെ വീണപ്പോ തലയടിച്ച് ബോധം പോയി കാണും. എന്നാലും ഗോപിയെ കണ്ട ഇങ്ങനെ ഒരാളാണെന്ന് തോന്നുകയില്ല. ആൾക്കാരും കാണുന്ന മാതിരി അല്ല ചന്ദ്രൻ. നമുക്ക് ഡോക്ടറെ വിളിച്ചാലോ? അയ്യോ കുഴപ്പമായല്ലോ, ഇയാൾ മരിച്ചു എന്നാ തോന്നുന്നു. Oh my God. ഇനിയിപ്പോ എന്താ ചെയ്യാ വേണു? നമുക്ക് പോലീസിന് ഫോൺ ചെയ്യാം. വരൂ. ഞാൻ ചന്ദ്രനെ വിട്ടുവിട്ടിട്ട് പോലീസ് വരാൻ പറയാം. ഇവിടെ ഒന്നും ഫോൺ ഉണ്ടാവില്ല. സാരില്ല, ഞാനും വരാം. വേണ്ട, ചന്ദ്രന്റെ അച്ഛൻ്റെ പേര് പത്രത്തിൽ വരും. എന്തായാലും കേസ് അന്വേഷണത്തിന് ഞാനും എവിഡൻസ് കൊടുക്കണ്ടേ? അപ്പോഴേക്കും അച്ഛൻ പോലീസ് കമ്മീഷണർ എന്നാ ശരി, ഇവിടുത്തെ കോളേജ് ഹോസ്റ്റലിൽ എന്നെ വിട്ടാ മതി. ഞാൻ പാലക്കാട് ചന്ദ്ര ഈ സമയത്ത് ഒറ്റയ്ക്ക് ഇവിടെ നിൽക്കണം. വരും. മോഹന്റെ ബൈക്കാ, ഞാൻ മലമ്പുഴ വരെ പോയിട്ട് വരാമെന്ന് പറഞ്ഞു വന്നത്.
എല്ലാത്തിനും ചാർജ് ചെയ്യും. വേണു എന്നെ രക്ഷിക്കാൻ വേണ്ടി ചെയ്തപ്പോ അബദ്ധം പറ്റിയതല്ലേ? നമ്മൾ പാലക്കാട് എത്തിയാൽ മിണ്ടാതിരുന്നാലോ? എന്നിട്ട് നാളെ രാവിലെ ആരെങ്കിലും ഗോപിയെ കണ്ടുപിടിക്കും. ഛെ, എന്താ വേണു വെടിത്തം പറയുന്നത്? നമ്മൾ ചെയ്ത കാര്യം എനിക്കെന്തോ ഇനിയും വിശ്വാസമാവുന്നില്ല. ഗോപി എന്നെ ഉപദ്രവിക്കുന്നു. അമ്പി മരിച്ച സമയത്ത് ഗോപി ഏടത്തിയുടെ കല്യാണത്തിന് വീട്ടിൽ പോയിരിക്കായിരുന്നു. ഒക്കെ നുണയാ. അല്ല, ക്ഷണക്കത്തും കാണിച്ചിരുന്നു. പോരാത്തതിന് പാമ്പ്. പാമ്പോ? ആ, അമ്പലക്കുന്നത്ത് വെച്ച് ഒരു പാമ്പ് എന്നെ കടിക്കേണ്ടതായിരുന്നു. അപ്പൊ ഗോപി എന്നെ രക്ഷിച്ചത്. അതുമല്ല, ഗോപി അമ്പിയെ വേറൊരാളുടെ കൂടെ കണ്ടുത്രേ. നീണ്ടു വെളുത്ത് ആലോചിച്ച വേണുവിന്റെ മകൾ. ഗോപി സാർ, മണി 8:30 കഴിഞ്ഞല്ലോ. എന്ത് ഉറക്കമായത്? എന്റെ ഭഗവതി, സുധീർ സാർ! തിരുവനന്തപുരത്തൊന്നും ഇപ്പം വന്നല്ലേ ഉള്ളൂ. ആ കാപ്പിയെങ്കിലും കുടിച്ചിട്ട് പോയിക്കൂടെ? വേണ്ട. ആ രാത്രി നേരത്ത് അവൾ നടറോഡിലെത്തിയത് എങ്ങനെയാണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിയോ? ഞങ്ങൾ മുറപ്രകാരം FIR-ഉം ഹിറ്റ് ആൻഡ് റൺ കേസും ഫയൽ ചെയ്തിട്ടുണ്ട്. ഇത് കുന്നംകുളമാണ്. ഇവിടെ കൊല്ലും കൊലയൊന്നും നടക്കാറില്ല. അല്ലെങ്കിലും ഇത് ഞങ്ങളുടെ അധികാര പരിധിപ്പെട്ടാണെന്ന് തോന്നുന്നില്ല. ഞങ്ങൾ എന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾ പറയുന്നത്? സാറ് പേപ്പറിൽ ഒരു പരസ്യം കൊടുക്കും. ചന്ദ്രിക എന്ന പെൺകുട്ടിയെ ഇടിച്ചു കൊന്ന ഡ്രൈവർ ദയവായി ഇൻസ്പെക്ടർ ജോൺസനെ വന്നൊന്ന് കാണണമെന്ന്. നിങ്ങളുടെ ഒരു കേസന്വേഷണം. മോഹൻലാൽ താടി വെച്ചത് എനിക്ക് ഇഷ്ടമായില്ല. മമ്മൂട്ടിക്കാണെങ്കിൽ എന്റെ സുഷമേ, ഇവരുടെ മമ്മൂട്ടി പ്രേമം എനിക്ക് മതിയായി. ചന്ദ്രു തേടിപ്പോയ ആളുടെ അഡ്രസ് രാധയ്ക്ക് അറിയൂ? ഗുരുവായൂരുള്ള ഒരു അഡ്രസ് ഉണ്ടായിരുന്നു. അഡ്രസ് പറഞ്ഞില്ല. ഗുരുവായൂരിന് മടങ്ങി വന്നപ്പോ ഒരേ തിരക്കിലായിരുന്നു. അയാളുടെ പേരെന്താ? ഹരിഗോവിന്ദൻ. ഹരിഗോവിന്ദൻ ഹോട്ടലിൽ പണിയെടുക്കുന്ന? ആ, ശരിയാണ്. ഡീലക്സ് ഹോട്ടൽ എവിടെയാന്ന് ചന്ദ്ര ചേച്ചി ഇന്നലെ എന്നോട് ചോദിച്ചിരുന്നു. ഇതാ കണ്ടോ? എന്റെ ഗുരുവായൂരപ്പാ. ഞാൻ പോട്ടെ. പച്ച പാവമായിരുന്നു. ജോലി, കുടുംബം ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ മൂപ്പർക്ക്. വയറുവേദന സഹിക്കാൻ വയ്യാതായിട്ടുണ്ടാവും. പണ്ടേ ഉള്ളതാ. ഇതാ ഞാൻ ഇറങ്ങട്ടെ. ആ, ഗോപിയുടെ ഏടത്തിനെയും അമ്മേനെയും കൊണ്ടുവന്ന് അങ്ങോട്ട് കൊണ്ടുപോവാം. ഇവിടെ ഒരു 7:30 മണിക്ക് എത്താം. ഞാൻ പറയാം സാർ. ആ, ആരാ? മനസ്സിലായില്ല. മൂപ്പരുടെ പഴയ സ്നേഹിതനാ. ഗോപി സാറിന് കടുങ്കൈ ചെയ്യാൻ. ഗോപിയുടെ മുറിയതാ അങ്ങ് മോളില. പോലീസുകാർ പൂട്ടിയിരിക്കുക. നാളെ തുറക്കൂ. ചായ കൊണ്ടുവരട്ടെ? വേണ്ട, കുറച്ച് വെള്ളം. ഓ, ഇപ്പൊ കൊണ്ടുവരാം. പണിക്കരെ, ഇവിടെ പെണ്ണുങ്ങൾ ആരെങ്കിലും വരാറുണ്ടോ? ഇല്ലല്ലോ. ആകെ സുധീർ സാറിന്റെ പെങ്ങളെ ഇടയ്ക്ക് വരാറുള്ളൂ. പക്ഷെ ആ കുട്ടിയും 2-3 മാസമായിട്ട് തലശ്ശേരിയില്ല.
ഈ ബട്ടൺ ഗോപിയുടെ സുധീറിന്റെ ആണോ? അല്ലല്ലോ. ഗോപിയുടെ കുപ്പായം നനഞ്ഞിട്ടായിരുന്നു. അതെ. സാറിനെങ്ങനെ? എനിക്ക് ഗോപിയുടെ മുറി ഒന്ന് കാണണം. നാളെ ഞാൻ വരാം. സാർ എന്താ കുട്ടാ നീ രാവിലെ മുതൽ അവിടെ ആലോചിച്ചും കൊണ്ടിരിക്കുന്നത്? ജിമ്മി പോയാനാണോ? നായ്ക്കൾ അധികാലം നിൽക്കില്ല എന്ന് അറിയില്ലേ? ഞാൻ പോണോ അമ്മേ? വെള്ളിയാഴ്ച ഇങ്ങടെ എത്തിയല്ലേ ഉള്ളൂ, അപ്പോഴേക്കും മടങ്ങു അയ്യാ. ഞാനിനി പഠിക്കുന്നില്ല. എനിക്കൊരു ജോലി കിട്ടി. അതെയോ? എവിടെയാ? തൃശ്ശൂരാ. വലിയ റബ്ബർ എസ്റ്റേറ്റിന്റെ മാനേജറായിട്ടാ. എന്റെ ഭഗവതി, അവസാനം നീ എന്നെ തുണച്ചു. അയ്യോ, എന്ത് പറ്റി അമ്മേ? സൂചി കണ്ണ് കാണാത്തോണ്ടാ. എന്നപ്പോ ഞാൻ പോയിട്ട് വരാമേ. ആ സ്പിന്നിംഗ് മില്ലിന്റെ സ്റ്റേറ്റ്മെന്റ് ഉണ്ടോ? ഇല്ല, ഒരു അരമണിക്കൂറിനുള്ളിൽ തരാം സാർ. വിമല ഇനിയും? അവൾ വരാൻ ഇനി ഒരാഴ്ച കഴിയും. അതുകൊണ്ട് ഈ പണി ഇനിയും ബാക്കി. ആ ശരി. ആ ഫോർകാസ്റ്റിൽ 2 സ്ഥലത്ത് പ്രോബ്ലംസ് ഉണ്ട്, ശ്രദ്ധിക്കൂട്ടോ. യെസ് മാഡം. ഡിപ്രീസിയേഷൻ റേറ്റ് ഇതിലും 0.5% അധികമാക്കണം. ശരി കഴിഞ്ഞ ബഡ്ജറ്റിൽ സ്പെഷ്യൽ റേറ്റ് തന്നിട്ടുണ്ട്. ശരി മാഡം. ആ ജയറായിനോട് പറയൂ, നാളെ ഞാൻ ഓഫീസിൽ ഉണ്ടാവുന്നു. നാളെ ശനിയാഴ്ച. അതെ, ആ റിപ്പോർട്ട് ഒന്ന് ഫൈനലൈസ് ചെയ്യണം. ശരി മാഡം. വീട്ടിലിരുന്ന് ബോറടിക്കുന്നതിന് പകരം ഇവിടെ ഒന്ന് പണിയെങ്കിലും എടുക്കാം. ഹലോ, അതെ, ചന്ദ്രയുടെ ഫ്രണ്ടോ? അല്ല, ഞാനിപ്പോ ബിസിയാണ്. നാളെ മുഴുവൻ ദിവസം ഞാൻ തിരക്കിലാണ്. ഇല്ല, നാളെ ഓഫീസിൽ കാണില്ല.
സെക്രട്ടറിയുടെ അടുത്ത് കൊടുത്താൽ മതിയല്ലോ. നേരിട്ട് കാണണമെങ്കിൽ നാളെ എറണാകുളത്ത് കുറച്ച് ജോലിയുണ്ട്. രാവിലെ സ്റ്റേഷനിൽ വെച്ച് കാണാം 9. ശരി. ചന്ദ്രയുടെ പൂവാലന്മാർ. ഈ മുടി കെട്ടിത്തരോ? കോമിന്റമ്മയ്ക്ക് വല്യപ്പയുടെ മാതിരി കെട്ടാൻ അറിയില്ല. വല്യപ്പ ഈ കുട്ടിയൊപ്പ ഒക്കെ കേട് വരുത്തിയത്. എന്റെ അത്ര ഉയരത്തിൽ നിങ്ങൾക്ക് ചാടാൻ പറ്റുമോ? നമുക്ക് ഒരു നായക്കുടി വാങ്ങാൻ പറ്റുമോ വല്യപ്പേ? ഓ പോണവര് പോയിക്കോളൂ, ഞാൻ വല്യപ്പയുടെ കൂടെയാ നിക്കണേ. നാശം. ഇത് നിന്നോ? അല്ല മേഡം ഇവിടെ? ജയരാജോ, ഞാൻ ഒരാളെ കണ്ടിട്ട് വേഗം ഓഫീസിലെത്താം. ഇന്നലെ രാമേന്ദ്രൻ പറഞ്ഞില്ലേ? ഇല്ലല്ലോ. അയ്യോ, ഇനി എന്താ ചെയ്യാ? ഞാൻ ജോസിനോട് അയാളുടെ കൂടെ ആലപ്പുഴ ചെല്ലാന്ന് പറഞ്ഞല്ലോ. സാരില്ല, തിങ്കളാഴ്ച ചെയ്യാം. വലിയ തിരക്കൊന്നുള്ള കാര്യമല്ലല്ലോ. എനിക്ക് ഫ്ലാറ്റിലിരുന്ന് ബോറടിക്കുന്നതിന് നേരം പണിയെങ്കിലും എടുക്കാം. ജയരാന്റെ പരിപാടി നടക്കട്ടെ. ശരി, ഇന്ന് തിങ്കളാഴ്ച കാണാം. കല്യാണിയല്ലേ? അതെ. വേണു? അതെ. കണ്ടപ്പോ മനസ്സിലായില്ല. ചന്ദ്രു പറയാറുണ്ടായിരുന്നു. പക്ഷെ വേണുവിനെ പറ്റി പറഞ്ഞതുപോലെയല്ല കണ്ടാൽ. അതെയോ? ചന്ദ്രയെ പറഞ്ഞു കേട്ടപ്പോ മുതൽ തുടങ്ങിയതാ കല്യാണി ഒന്ന് കാണണമെന്ന്. അതേതായാലും ഇന്ന് സാധിച്ചു. നമുക്കൊരു കാപ്പ് കുടിച്ചോണ്ട് സംസാരിക്കാം. വേണ്ട, എനിക്ക് വേഗം പോണം, തിരക്കുണ്ട്. അതിനെന്താ, ഒരു കാപ്പ് കുടിക്കാൻ 2 മിനിറ്റ് കൂടി വേണ്ട. രാവിലെ തിരക്കിനിടയൊന്നും കഴിക്കാനും പറ്റില്ല. പിന്നൊരു ദിവസം ആവട്ടെ, ഇന്ന് വേണ്ട. ഓഫീസിലുള്ള തന്നെ കാത്തിരിക്കുക. ആ ദാ, ഇത് ചന്ദ്രിക എന്നോട് വായിക്കാൻ പറഞ്ഞു തന്നതാ. ഇതിന്റെ മാർജിൽ എന്തോ എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞു. കിട്ടിയ കല്യാണിക്ക് ഇഷ്ടമാണെന്ന് കരുതി. അതെ, അച്ഛനും ഇഷ്ടാവും. സത്യം പറഞ്ഞാൽ ഞാൻ ഇതുവരെ വായിച്ചിട്ടില്ല. എനിക്ക് കുറച്ചുകൂടെ കഴമ്പുള്ള പുസ്തകങ്ങളാണ് ഇഷ്ടം, അല്ലെങ്കിൽ കവിതകൾ. ചന്ദ്രയെ എന്നോട് വാങ്ങിച്ചു വെച്ചു, പക്ഷെ വായിക്കാൻ സമയം കിട്ടിയില്ല. താല്പര്യം ഉണ്ടായിരുന്നില്ല എന്ന് വെച്ചോളൂ. താങ്ക്സ്. ഞാൻ ഓഫീസിൽ വരാം. വേണ്ട, അതിന്റെ ആവശ്യമില്ല. ഓ, நீ மதுரை மீனாட்சி அம்மன் கோவில் பார்த்திருக்கிறியா? இதுவரை நம்ம ஓல்டு ஸ்டைல் ஆர்ட் ரொம்ப பிரமாதம். நீ அங்க பாத்தியா? பொம்பளைங்களை எல்லாம் தல தலான்னு வரைஞ்சிருக்கா. എനിക്കും ഈ ചിത്രം വലിയ ഇഷ്ടമായി. വീണ്ടും കാണാമെന്നതാ. കണ്ടപ്പോ കല്യാണിയാണോ എന്നൊരു സംശയം തോന്നി. പക്ഷേ ചന്ദ്രയ്ക്ക് ഈ ആർട്ടിലൊന്നും വലിയ ഇഷ്ടം ഉണ്ടായിരുന്നില്ല. സിസ്റ്റേഴ്സ് ഒരുപോലെ ആവണമെന്നില്ലല്ലോ. ആ ശരിയാണ്. എക്സിബിഷൻ എങ്ങനെ? നന്നായിട്ടുണ്ട്. ഇതിന്റെ ബോഡി പ്രൊപ്പോർഷൻസ് ശരിയല്ല. നോക്കൂ. അതെ. അന്ന് അപ്പോയിന്റ്മെന്റ് സമയത്തെത്തിയോ? ആ എത്തി. ഇന്ന് ഞായറാഴ്ചയാണ്. അപ്പോയിന്റ്മെന്റ് ഒന്നും കാണില്ലല്ലോ. നമുക്ക് പുറത്തു പോയി എന്തെങ്കിലും കഴിക്കാം. അന്ന് ഞാൻ ഓരോ ഒഴിവും പറയണ്ട. തനിയെ കാപ്പ് കുടിക്കുന്നതിൽ സങ്കടം വേറൊന്നുമില്ല. ചന്ദ്രയെ പറഞ്ഞിട്ടുണ്ട് കല്യാണി പാലേ കുടിക്കുള്ളൂ. അതിരിക്കട്ടെ, കേസിന്റെ വല്ല വിവരവും? ഹിറ്റ് ആൻഡ് റൺ ആയതുകൊണ്ട് എവിടെയാ തിരയാന്ന് അറിയില്ല. പാവം ചന്ദ്രിക ഒരു കളിക്കുട്ടിയായിരുന്നു. ഡിഗ്രി കഴിഞ്ഞ ഉടനെ കല്യാണം നടത്തണമെന്നായിരുന്നു അവളുടെ ആഗ്രഹം. വേണുവിന് നല്ല മനപ്രയാസം. ഞാനൊരു സത്യം പറയട്ടെ, ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിനെ ചന്ദ്രിക തെറ്റിദ്ധരിച്ചിരിക്കുകയായിരുന്നു എന്ന് ഈയിടെ എനിക്ക് മനസ്സിലായി. ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കണമെന്ന് വിചാരിക്കുമ്പോഴായിരുന്നു
ആ ആക്സിഡന്റ്. ചന്ദ്രയ്ക്ക് സീരിയസ് കാര്യങ്ങളൊന്നും തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല. ഇംഗ്ലീഷ് പാട്ടും ഹിന്ദി സിനിമയൊക്കെയായിരുന്നു കൂടുതൽ ഇഷ്ടം. ചന്ദ്രയ്ക്ക് ആർട്സിലും ക്ലാസിക്കൽ മ്യൂസിക്കിലും ഒന്നും തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. അംബിക്കായിരുന്നു പിന്നെയും കുറച്ച്. അംബി എന്റെ രണ്ടാമത്തെ അനിയത്തി. കണ്ടാൽ എല്ലാവരും അവളെ ചന്ദ്രയേക്കാൾ മൂത്തതെന്ന് പറയാറുണ്ടായിരുന്നു. പറഞ്ഞു കേട്ടിട്ടുണ്ട്. കുന്നംകുളത്ത് പഠിക്കായിരുന്നല്ലേ? അതെ. വേണു പാലക്കാട്ടേക്ക് എന്നാ മടങ്ങുന്നത്? ഓ, ഇനി പഠിക്കുന്നില്ലെന്ന് വെച്ചു. കയ്യിലാണെങ്കിൽ തീരെ പണമില്ല. ആർമിയിലെ സേവിങ്സ് വെച്ചാ ഇത്രയും കാലവും കഴിഞ്ഞത്. അമ്മയ്ക്കും വയസ്സായി. എനിക്ക് 6 വയസ്സായ മുതൽ തുന്നൽപ്പണി ചെയ്ത അമ്മ എന്നെ പഠിപ്പിച്ചത്. ഇനിയെങ്കിലും ഞാനൊരു ജോലി ചെയ്ത് അമ്മയെ നോക്കണം. പിന്നെ പറഞ്ഞു വന്ന ഡിഗ്രി കിട്ടിയോണ്ട് ഇക്കാലത്ത് വലിയ പുണ്യൊന്നുമില്ല. എനിക്കൊരു പാട്ടുകാരനാകാനായിരുന്നു മോഹം. കുട്ടിക്കാലം മുതലേ കർണാട്ടിക് മ്യൂസിക്കിനോട് വലിയ ഭ്രമമായിരുന്നു. സന്താനവും ബാലമുരളിയും എനിക്ക് ജീവനായിരുന്നു. വേണുനറിയോ, എന്റെ ഫേവറേറ്റ്സും ബാലമുരളി സന്താനമാണ്. ചന്ദ്രയ്ക്ക് ഇങ്ങനെ ഒരു ഏട്ടത്തി ഉണ്ടാവുമെന്ന് വിശ്വസിക്കാൻ കൂടി പ്രയാസം. ജോലി കിട്ടി നിറയെ പണം ഉണ്ടായാൽ ഞാൻ എന്താ ചെയ്യാൻ പോണെന്നറിയാവോ? ഒരു വലിയ വീട് കിട്ടും. അത് നിറച്ച് പെയിന്റിങ്സ്. ഒരു മുറിയിൽ ഇന്ത്യൻ, വേറൊരു മുറിയിൽ വെസ്റ്റേൺ. പെയിന്റിങ്സിൽ വേണുന്റെ ഫേവറേറ്റ് ആരാ? കല്യാണിക്ക് ഇഷ്ടാവോന്നറിയില്ല. ആരാ പറയൂ. ക്യൂബിസം വർക്കാണ് അധികവും. പിക്കാസോ. എന്റെ ഫേവറേറ്റ് പെയിന്റിംഗ് ഏതാണെന്നറിയോ? ഗർണിക്ക. ഗുഡ് മോർണിംഗ് മാഡം. മോർണിംഗ്. കൊട്ടമേൽ നന്നായിട്ട് നടക്കുന്നുണ്ട്. ഞാൻ കണ്ടു. ആ, ആ, ആ. ഐഡിയ എങ്ങനെ? മേഡത്തിന്റെ ഐഡിയ ഫസ്റ്റ് ക്ലാസ്. താങ്ക്സ്. നമുക്ക് പുതിയൊരു മാഷിനെ കിട്ടിയിട്ടുണ്ട്. അതെയോ? ആരാ? ഇത് അദ്ദേഹം. കല്യാണം എന്താ ഇവിടെ? ഞാൻ എല്ലാ ആഴ്ചയും വരാറുണ്ട്. കഴിഞ്ഞ 2 ആഴ്ച പറ്റില്ല, ഓഡിറ്റ് വർക്ക് ഉണ്ടായിരുന്നു. ഇതൊക്കെ എന്നെ പോലെ ജോലിയും പണിയില്ലാത്തവർക്ക് പറഞ്ഞിട്ടുള്ള. ഞാനൊരു തമാശ പറഞ്ഞാണെന്നേ. സാർ ഒരു മിനിറ്റ്. എന്നാ പിന്നെ ഞാൻ ക്ലാസ്സിലോട്ട് കയറട്ടെ. ഉം. ആ, പിന്നീട് ഞാനൊരു പുസ്തകം തരാം. വേണു വരൂ. ഞാൻ ഈ വഴിക്ക് പോവുമായിരുന്നു. എന്നാ പിന്നെ ഈ പുസ്തകം തരാന്ന് വെച്ചു. മലബാർ കലാപത്തെ കുറിച്ചാ. ഞാൻ ഇതിനെപ്പറ്റി മാതൃഭൂമിയിൽ റിവ്യൂ വായിച്ചു. ആഹാ. വാങ്ങണമെന്ന് വിചാരിച്ചിരിക്കുന്നു. താങ്ക്സ് വെരി മച്ച്. വരൂ. ഇല്ല, വേറെ ദിവസം. ഏയ് വരൂന്നേ, ഇന്ന് ശനിയാഴ്ചയല്ലേ, തിരക്കൊന്നും ഇല്ലല്ലോ. കല്യാണിക്ക് വേറെ, എനിക്ക് ജോലിയൊന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാ ദിവസവും ഒരുപോലെ ഉള്ളൂ. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നേ ഉള്ളൂ. വരൂന്നേ. വേണു ഇരിക്കൂ, ഞാൻ ഇപ്പൊ വരാം. ഓ, ഗർണിക്ക എന്റെ ഫേവറേറ്റ് ഇതാ. കല്യാണത്തിന് അടുത്തുള്ള കാര്യം പറഞ്ഞില്ലല്ലോ. ഓ, അതൊരു പ്രിന്റ് അല്ലേ? ഫ്ലാറ്റ് ഭംഗിയായി സൂക്ഷിക്കുന്നുണ്ടല്ലോ. എനിക്ക് ആ പെയിന്റിംഗ് വലിയ ഇഷ്ടമായി. ഏത്? എനിക്ക് ഇവിടെ ഇളകാൻ വയ്യ. ഇന്ന് വേലക്കാരി വന്നില്ല. ആ ജനലിനടുത്തുള്ളത്. ഓ, നന്ദഗോപാലിന്റെ. നന്നായിട്ടുണ്ടല്ലേ? അതിരിക്കട്ടെ, രാഗം ഏതാന്ന് മനസ്സിലായോ? രാഗോ? അതെ, വീണയുടെ. വേണുവിന് കർണാട്ടിക് മ്യൂസിക് ഇഷ്ടാന്ന് പറഞ്ഞില്ലേ? അതെ. ഇത് മനസ്സിലായില്ലേ? രേവതി. ഓ, എന്താ എത്ര കേമോട്ട് അടുക്കള ഓ, പാചകം? ഒന്നുമില്ല, കുറച്ച് ഉപ്പുമാ. ആ. കഴിച്ചിട്ട് പോവാട്ടോ. ഓ, ഞാൻ വേണുവിന് എന്റെ ഒരു ഫേവറേറ്റ് പാട്ട് വെച്ചു തരാം. വേണു കേട്ടിട്ടുണ്ടാവും. തമിഴ് പാട്ടാണെങ്കിലും മനസ്സിലാവാൻ കഷ്ടമില്ല. വേണുന്റെ പേര് കൂടി ഇതിലുണ്ട്. ആഹാ. റെക്കോർഡിംഗ് വലിയ ഗുണമില്ല കേട്ടോ. ഞങ്ങളുടെ ഒരു നെയ്ബർ മ്യൂസിക് സ്കൂളിൽ നിന്ന് റെക്കോർഡ് ചെയ്തതാ. ഓഹോ. அலைப்பாயுதே கண்ணாயின் மனமிக அலைப்பாயுதே அலைப்பாயுதே கண்ணாயின் மனமிக அலைப்பாயுதே உன்னானந்த மோகனவே அலைப்பாயுதே கண்ணாயின் மனமிக அலைப்பாயுதே
கடலாயன கதிரவன் ஒளியன என இரு தழலென தனித்தவா கதறி மனமுருகினால் அழைக்கவோ இதனோடு நீ கழிக்கவோ இது தகுமோ இது முறையோ இது தர்மம் குரலோடிடும் பொருளாகிடும் தலைகள் போலவே மனது வேதனை நிறமொரு அலை பாயுதே உன்னானந்த மோகன வேணும் கானமது அலை பாயுதே கண்ணா கண்ணா പണം ഇല്ലാത്തോണ്ടല്ലേ അച്ഛനീ വിരോധം. ഒരു ജോലി ഇവിടെ ഇല്ല. വേണുവിനൊരു നല്ല ജോലി ഇന്നല്ലെങ്കിൽ നാളെ കിട്ടും. ഒരു ഡിഗ്രി ഇവിടെ ഇല്ലാതെ. പണം ഇല്ലാത്തോണ്ട് മാത്രമാണ് വേണു കോളേജ് വിട്ടത്, അല്ലാതെ പഠിക്കാൻ മോശമായിട്ടൊന്നുമല്ല. കിട്ടിയാലും എന്ത് ജോലിയാ കിട്ടുക? നിന്റെ പഠിത്തത്തിനും നമ്മുടെ അന്തസ്സിനും. വേണുവിന്റെ അന്തസ്സിന് എന്താ കുറവ്? അല്ലെങ്കിലും പണത്തിലെ അന്തസ്സിലൊന്നും എനിക്കൊരു മോഹമില്ല. വേണുവിനൊരു ചെറിയ ജോലി ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഞങ്ങൾ കഴിഞ്ഞോളാം. എനിക്കൊരു ജോലി ഉണ്ടല്ലോ. അവർക്ക് ഞാൻ ഇപ്പൊ പറയുന്ന ഒന്നും ഇഷ്ടാവില്ല. അമ്പിയും ചന്ദ്രയും ഈ സമയത്ത് നമ്മൾ സൂക്ഷിക്കണം. എന്ത് സൂക്ഷിക്കാൻ? വേണു അച്ഛന്റെ സ്വത്ത് കണ്ടിട്ടാ വന്നിരിക്കുന്നെന്ന് തോന്നുന്നുണ്ടോ? 5 ദിവസം ഹോട്ടലിൽ പണി ചെയ്ത് ശനി നേരം വേണു എന്താ ചെയ്യണെന്നറിയോ? ഒഴിവ് സമയമൊക്കെ സെൻട്രൽ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാണ്. നമ്മുടെ എസ്റ്റേറ്റിൽ ജോലി കൊടുത്താലോ? എന്തിന്? ഒന്നുമില്ല. വേണുവിന് ആരുടെ സഹായം വേണ്ട. ഇതാ, ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു ജോലി കിട്ടായിരിക്കില്ല. അച്ഛൻ വേണുവിനെ പറ്റി അന്വേഷിക്കാൻ ആരോടും പറഞ്ഞിട്ടില്ലല്ലോ, ചന്ദ്രയുടെ ശശിയുടെയും കാര്യം മാതിരി. ചന്ദ്രയ്ക്ക് അന്ന് 17 വയസ്സേ ആയിരുന്നുള്ളൂ മോളെ. അങ്ങനെ വല്ലതും സംഭവിച്ചാ പിന്നെ എന്നെ ഇവിടെ കാണില്ല. പറഞ്ഞില്ലെന്ന് വേണ്ട. വിജയേട്ടനോ? എന്റെ ചെറുക്കം വീട്ടിൽ വരുമ്പോ എന്തൊരു ചോദ്യമാ കല്യാണി ഇത്? ഞാൻ പാർത്തതിലേ ഇവൾ ഒരുത്തിയെ താൻ നല്ല അഴകിയന്റെ എന്തിനാ നാറ്റ് ബീഡി ഇങ്ങനെ വലിക്കണേ? നാറ്റ വീഡിയോ നല്ല ഒന്നാം തരം നീലഗിരി സാധനമായത്. കണ്ടില്ലേ കിടന്ന് കുരയ്ക്കണേ? ഇതാ വെള്ളം. ഒരു മിനിറ്റ് ഇരിക്കും. ഇത് വിജയേട്ടൻ, എന്റെ കസിന്. മനസ്സിലായി. ലോറി കമ്പനി. ഇത് വേണുഗോപാൽ, എന്റെ. ഓ, ചന്ദ്രുവിന്റെ പഴയ. വിജയേട്ടന് വേണുവിനെ എനിക്കറിയാത്ത കാര്യമുണ്ടോ കല്യാണി? ചന്ദ്രുവിന്റെ കയ്യിൽ ഫോട്ടോ കണ്ടിട്ടുണ്ട്. ഫോട്ടോയോ? ഓ, കോളേജ് ഫംഗ്ഷനിൽ ഏതെങ്കിലും എടുത്തു കാണും. അല്ല, തീപ്പെട്ടി. സോറി, ഞാൻ സ്മോക്ക് ചെയ്യാറില്ല. അതെപ്പോഴാ നിർത്തിയത്? വേണു നീ ചീത്ത സ്വഭാവം ഒരിക്കലും ഉണ്ടായിട്ടില്ല. ചിലരുടെ കൂട്ടല്ല. അപ്പോഴേ നമുക്ക് ഇറങ്ങാം. ഇനി 20 മിനിറ്റേ ഉള്ളൂ. ഞങ്ങളൊരു കച്ചേരിക്ക് പോവാൻ. ഓ, അപ്പൊ നോം സ്വർഗത്തിലെ കട്ടുറുമ്പാന്ന് വ്യംഗ്യം. ശരി, ദൈവനെ ഒന്ന് കത്തിച്ചു ഉടനെ ഇറങ്ങിയേക്കാം. തീപ്പെട്ടി ഇല്ല, ഗ്യാസ് ലൈറ്ററേ ഉള്ളൂ. പുള്ളിക്ക് ആളെ തെറ്റെന്ന് തോന്നുന്നു. ആളൊരു ശുദ്ധനാ, പക്ഷെ ഇടയ്ക്ക് ഒരു പിരി പറഞ്ഞു നടക്കും, അത്രേ ഉള്ളൂ. ഓക്കെ, സീ യു, ബൈ. അപ്പോഴേ ആശാനേ, നമുക്ക് ഇനിയും കാണാം. ഞാൻ അച്ഛനോട് സംസാരിച്ചു. ചന്ദ്രയുടെ ഇതൊക്കെ കഴിഞ്ഞ 1 കൊല്ലെങ്കിലും കഴിയണ്ടേന്ന് അച്ഛൻ ചോദിച്ചു. അച്ഛൻ പറയണത് ശരിയാണ്. അമ്മയ്ക്കാ കല്യാണത്തിന് ധൃതി. ഈയിടെ അമ്മയ്ക്കൊരു തളർച്ച പോലെ, ഹാർട്ട് വീക്കാണെന്നാ ഡോക്ടർ പറയുന്നത്. അമ്മ എപ്പോഴും മരിക്കുന്നതിനെ കുറിച്ച് പറയും. അമ്മയുടെ ഒരു വലിയൊരു മോഹമാണ് നമ്മുടെ അവിടെ കുറച്ചാലും താമസിക്കണമെന്ന്. ഇനി പെട്ടെന്ന് എന്തെങ്കിലും പറ്റിയ അത് വല്ലാത്ത. പക്ഷെ വേണുവിന്റെ ജോലി ഇനിയും. ഞാൻ ആലോചിച്ച് നോക്കിയപ്പോ കല്യാണിയുടെ അച്ഛൻ പറയുന്നത് ശരിയാ. മൂപ്പർക്കും വയസ്സായി. അവിടെ എസ്റ്റേറ്റിലെ വിശ്വസിക്കാൻ പറ്റുന്ന ആണുങ്ങൾ ഇല്ലെന്നല്ലേ പറഞ്ഞത്. ഞാൻ നോക്കുകയാണെങ്കിൽ അവിടെ അടുത്ത് തന്നെ നമുക്ക് താമസിക്കുകയും ചെയ്യാം. അച്ഛനും ഒരാളായി.
ഡിപ്പാർട്ട്മെന്റ് എവിടെയാ? നേരെ പോയി ഇടത്തോട്ട് തിരിഞ്ഞാ മതി. താങ്ക് യു. ആ. ഹലോ, ഇവിടെ ഫസ്റ്റ് ഇയർ BSc പഠിച്ചിരുന്ന വേണുവിനെ ഒന്ന് കാണണമല്ലോ. ആ പുള്ളി ഇപ്പൊ ഇവിടെ ഇല്ല. ഇല്ല. അപ്പോഴേ മൂപ്പരുടെ വീട് കുന്നംകുളത്തിനടുത്ത് കൂടല്ലൂരോ മറ്റാണ്. നിനക്ക് വേറെ പണിയില്ലേ? ഈ വേണുഗോപാൽ പറഞ്ഞ ആളുടെ വീട് എവിടെയാ? നമ്മുടെ മാറമ്പത്തെ അല്ലേ? അതെ. ആർമിക്കാരൻ. ആ നേരെ പോയാലി അവിടെ സർവേ കല്ല് കാണും. ആ. അവിടെ കാറ് നിർത്തിയിട്ടേ ആ. വലത്തോട്ട് നടന്നു പോയാ മതി. അങ്ങോട്ട് വണ്ടി പോവില്ല. കുന്നാ. ആരാ? ഞാൻ വേണുവിന്റെ ഒരു കൂട്ടുകാരനാ, വിമൽ. വേണുണ്ടോ? കുട്ടൻ തൃശ്ശൂരാണല്ലോ മോനെ. മോനെ തൃശ്ശൂരാണോ? അല്ല, ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചതാ. ചായ എടുക്കട്ടെ? വേണ്ട, ഞാനിപ്പോ കുടിച്ചതേ ഉള്ളൂ. വേണു ചന്ദ്രി എന്നൊരു പെൺകുട്ടിയെ പറ്റി അമ്മയോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. ആരാ? കോളേജിൽ ഞങ്ങൾ 3 പേരും ഫ്രണ്ട്സ് ആയിരുന്നു. ഏത് കോളേജിലെ മോൻ കുട്ടന്റെ കൂടെ പഠിച്ചത്? കുന്നംകുളത്തോ അതോ പാലക്കാടോ? പാലക്കാട്. വേണു കുന്നംകുളത്ത് പഠിച്ചിട്ടുണ്ടോ? അവൻ ആദ്യം ഇവിടെയായിരുന്നു. ഞാൻ കൊറേ പറഞ്ഞതാ ഇത്രയും ദൂരം പോണ്ടാന്ന്. പക്ഷെ അവൻ ഒരേ വാശി, ഇവിടുത്തെ കോളേജിലെ കാര്യം ശരിയല്ല. അമ്മ കുറച്ച് വെള്ളം തരൂ. ഓ, ആ വാസുവിന്റെ പ്രിന്റിംഗ് തിരക്കേടില്ലേ? ഉടലില്ലേ? ലഞ്ച് കഴിക്കാണ്. എന്റെ എന്തിന് 12 മണിക്ക് ലഞ്ച് കഴിക്കുകയാണെന്നാ പറഞ്ഞത്. ഇപ്പൊ മണി 2 പുള്ളിക്കാരൻ വല്ല തീറ്റ മത്സരത്തിന് പറ്റാണോ? അയ്യോ, MD ഡിസ്റ്റർബ് ചെയ്യരുതെന്ന്. MD ലോഞ്ചിലാണ്. എന്തോന്നാ? ഇപ്പൊ കാണാൻ പറ്റില്ല. ഓ ഓ അമ്മാവനെ കാണുന്നത് ഒരു മന്ത്രിയെ കാണുന്നതിലും കഷ്ടമാണ്. ഫോൺ ചെയ്താൽ ഇന്നലെ കണക്ഷൻ കൂടി തരില്ല. ഞാൻ വേണ്ടാന്ന് പറഞ്ഞിട്ടാ. നിന്റെ തിയറികളൊക്കെ കുറെ കേട്ടതല്ലേ. അമ്മാവൻ മുഴുവൻ കേട്ടിട്ടില്ല. കേൾക്കണമെന്ന് തീരെ മോഹമില്ല. കല്യാണത്തിന് 20 ദിവസം കൂടി ഇല്ല. ഇപ്പൊ കേട്ടില്ലെങ്കിൽ നിന്നോടാരാ കല്യാണത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞത്? ക്ഷണക്കത്ത് പോകാൻ തുടങ്ങുന്നതേ ഉള്ളൂ. എനിക്കറിയാതെ അമ്മാവന്റെ ഓഫീസിലോ വീട്ടിലോ എന്തെങ്കിലും നടക്കുമെന്ന് തോന്നുന്നുണ്ടോ? അതിരിക്കട്ടെ, അമ്മാവന് വേണുവിനെ പറ്റി എന്താ അറിയാ? എന്താ അറിയേണ്ടത്? ബുദ്ധിയുണ്ട്, കാര്യപ്രാപ്തിയുണ്ട്, കല്യാണിക്ക് വലിയ കാര്യമാണ്. ഒരേ വേണുവും ചന്ദ്രുവും അടുപ്പത്തിലായിരുന്നു അറിയോ? ഒക്കെ ചന്ദ്രയുടെ തെറ്റിദ്ധാരണയായിരുന്നു. നോൺസെൻസ്. ഞാൻ ചന്ദ്രുവിന്റെ ബാഗിൽ നിന്റെ മാത്രമായ വേണു എന്നെഴുതിയ ഫോട്ടോയും കത്തുകളും കണ്ടതാ. വേണുവും അമ്പിയും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ച് അമ്മാവൻ എന്തറിയാം? സാർ, ഇത് ആ ഗോപാല വിളിട്ട് നോക്കാൻ പറയൂ. ഞാൻ തിരക്കില്ല. സാർ, എമൗണ്ട് കുറച്ച് കൂടുതലാണ്. എന്നാ വേണു വരുമ്പോ കൊടുക്കും. ശരി സാർ. ഹലോ. ഇല്ല,
സ്റ്റേറ്റ്മെന്റ്സ് ഇനിയും കിട്ടിയിട്ടില്ല. എക്സ്പോർട്ട് ഓഫീസറെയോ ഏജന്റിനെ പോയി ഒന്ന് കാണൂ. ആ, വേണുവാണ്, ആലപ്പുഴന്ന്. ആ, നീ എന്താ അമ്പിയെ പറ്റി പറഞ്ഞത്? അമ്മാവിന് കുറച്ച് സമയമുണ്ടെങ്കിൽ ഒരു കാര്യം പറയാം. എനിക്ക് ഒരു മണിക്കൂറിൽ ഒരു സ്ഥലത്ത് എത്തണതാ. ഹോൾഡ് ഓൾ കോൾസ്. ആ മേലിനെ വിളിച്ച് ഇന്നിനി കാണാൻ പറ്റില്ല എന്ന് പറയൂ. ശരി സർ. വേണു സാർ എപ്പോഴാ വരിക? ഒരുപക്ഷെ ഇന്ന് വൈകുന്നേരം അല്ലെങ്കിൽ രാവിലെ. ഈ ഓഫീസ് സമയത്ത് മാസിക വായിക്കുന്നത് ശരിയല്ല കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം നോക്കിയാ പോരെ. അങ്ങനെ നിരാശനായി മടങ്ങുമ്പോഴാണ് ട്യൂട്ടോറിയൽ നോട്ടീസ് കണ്ടത്. ട്യൂട്ടോറിയലോ? അമ്പി ട്യൂട്ടോറിയൽ പോയിട്ടില്ലല്ലോ. ഹിന്ദി തമിഴ് പഠിപ്പിക്കാനുള്ള പ്രത്യേകം ക്ലാസ്സുകളാണ്. അപ്പോഴാണ് ഓർമ്മ വന്നത് നമ്മുടെ കോളേജുകളിലൊക്കെ BA-യും BSc-ക്കും ഹിന്ദി ഒരേ ക്ലാസ് ആണ്. നോക്കുമ്പോ ശരിയാ, വേണുവും അമ്പിയും ഒരേ ഹിന്ദി ക്ലാസ്സിലുണ്ടായിരുന്നു. വേണുവിന്റെ ഒരു ഫ്രണ്ട് വിശാലടി ഞാൻ കണ്ടു. വേണു ഒരു പ്രാവശ്യം ഗർഭം അനുസരിപ്പിക്കാനുള്ള മരുന്ന് വാങ്ങിക്കൊണ്ടുപോയെന്ന് അയാൾ പറഞ്ഞു. ആദ്യം അമ്പിക്ക് ആ മരുന്ന് കൊടുത്തു. അത് പറ്റാത്തപ്പോൾ അമ്പിയെ ആട്ടെ, അമ്മാവൻ എന്താ ചെയ്യാൻ പോകുന്നത്? ഞാനോ? ഒന്നുമില്ല. ആ കമ്മീഷണർ ഒന്ന് വിളിച്ച് എന്തു പറയാനാ? ഇതൊക്കെ നിന്റെ കുറെ തിയറികളല്ലേ? ഞാൻ എന്ത് പറഞ്ഞാലും അമ്മാവൻ വിശ്വാസമാണ്. അതിരിക്കട്ടെ, വീട് കുന്നുംകുളത്ത് പഠിച്ചാൽ അമ്മാവനോട് പറഞ്ഞിട്ടുണ്ടോ? എന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. പക്ഷെ കല്യാണി അറിയാതിരിക്കില്ല. എനിക്ക് തോന്നുന്നില്ല. നമുക്ക് കല്യാണി ഉപയോഗിക്കാം. ഇല്ല, കല്യാണി തൃശ്ശൂർ ഫ്ലാറ്റ് വിട്ടുകൊടുക്കാണ്. വേറെ എസ്റ്റേറ്റിൽ പണിയെടുക്കുന്നുണ്ട്. 2 സെറ്റപ്പിന്റെ ആവശ്യമില്ലല്ലോ. ഫോൺ ഡിസ്കണക്റ്റഡ് ആണ്. ഇത് നമുക്ക് തൃശ്ശൂർക്ക് പോവാം. ആ, ഞാൻ ഒരു അടിയന്തര കാര്യമായി തൃശ്ശൂർ പോവാണ്. കല്യാണിയുടെ ഫോൺ ഡിസ്കണക്റ്റഡ് ആണ്. അത്യാവശ്യം ഉണ്ടെങ്കിൽ കൃഷ്ണനാരെ വിളിച്ച് പറഞ്ഞാൽ മതി. അയാൾക്ക് കല്യാണിയുടെ ഫ്ലാറ്റ് അറിയാം. ശരി സർ. ലക്ഷ്മി അമ്മ ഇപ്പോഴെങ്കിലും എത്തിയല്ലോ. 3 മണിക്ക് വരാൻ പറഞ്ഞതാ. അച്ഛനാ? വിജയേട്ടൻ വിജയൻ ഈ വഴിക്കാണ് വരുന്നെന്ന് പറഞ്ഞപ്പോ ഞാനും നിന്നെ കണ്ടിട്ട് പോകാന്ന് വെച്ചു. വരൂ. ലക്ഷ്മി അമ്മ ഇനിയും വന്നിട്ടില്ല. ഞാൻ പുസ്തകം തുണിയൊക്കെ ഒരു വിധം എടുത്തു വെച്ചു. നിങ്ങക്ക് ഇവിടെ ഇരിക്കാൻ കൂടി അച്ഛൻ ചായ ഉണ്ടാക്കട്ടെ? എന്താ ചായ? ഇന്ന് ഇവിടുന്ന് ചായ കിട്ടണമെങ്കിൽ അർദ്ധരാത്രിയാവും. ഞങ്ങളൊരു വഴിക്ക് പോവാണ്. വിജയൻ ചന്ദ്രയുടെ ആക്സിഡന്റിനെ പറ്റി വല്ല വിവരം കിട്ടിയോ? ഇല്ല. പക്ഷെ വിജയൻ അന്ന് പറഞ്ഞ ഓ, അതന്നെ. പിന്നെ ഞാൻ അമ്പിയുടെ കോളേജിൽ പോയിരുന്നു. അവിടെ ചിലർക്കൊക്കെ വേണുവിനെ ഓർമ്മയുണ്ടായിരുന്നു. വേണു? അതെ, ഭഗവതിയുടെ ഭാവി ഭർത്താവ് മാടമ്പത്ത് വേണുഗോപാൽ. അതിന് വേണു കുന്നംകുളത്ത് പഠിച്ചിട്ടില്ലല്ലോ. ഉണ്ട്. ഇല്ല, പാലക്കാട് സെയിന്റ് മേരീസിലായിരുന്നു. ആദ്യം കുന്നംകുളത്ത് പഠിച്ചു, പിന്നെ പാലക്കാട്ടേക്ക് മാറി. വേണുവിന്റെ അമ്മ പറഞ്ഞാണത്രേ. നിന്നോട് ഇതിനെപ്പറ്റി അയാളൊന്നും പറഞ്ഞില്ലേ? അയാളോ? എപ്പോഴാ വേണു അയാളായത്? പെട്ടെന്ന് തെറ്റിതാ മോളെ. വേണു ഞങ്ങൾ ആലോചിച്ചു നിനക്ക് ഈ കാര്യം അറിയുമെന്ന്. എന്തിന്? അയാൾ എന്തിന് ഈ കാര്യം നിന്നോട് പറയാതെ ഒളിച്ചു വെച്ചത്? ഒളിച്ചു വെക്കേ? ചന്ദ്രയുടെ കാര്യം ഓർത്ത് ഞങ്ങൾ കോളേജിനെ പറ്റി ഒന്നും സംസാരിക്കാറില്ല. അച്ഛൻ ഏർപ്പാട് ചെയ്തായിരിക്കും അല്ലേ ഇത്? ഏർപ്പാടോ? എന്ത് ഏർപ്പാടാ കല്യാണി? വേണുവിനെ പറ്റി ഓരോ ചീത്ത കാര്യങ്ങൾ ഉണ്ടാക്കി പറയാൻ. വിജയൻ എന്റെ അടുത്ത് സ്വമേധയാ വന്നതാണ്. ഓ അതെ, തന്റെ പൊന്നമ്മാവനെ കാണാൻ. അച്ഛന്റെ വിചാരം പണത്തിന് വേണ്ടി വേണു ആദ്യം അമ്പിയെ പിടിച്ചു, പിന്നെ ചന്ദ്രയെ, ഇപ്പൊ എന്നെ, അല്ലേ? അച്ഛനല്ല ആ വിചാരം, എനിക്കാണ്. വിജയേട്ടൻ എന്താ ഇതിൽ കാര്യം? വല്ല ബസിന്റെ പിന്നാലെ പോവാനില്ലേ? എന്റെ കല്യാണി, എനിക്ക് കല്യാണം മുടക്കുക എന്നല്ലാതെ വേറെ പണിയൊന്നുമില്ലല്ലോ. അതെ, വേണുവിനോടുള്ള അസൂയാണ്. കറക്റ്റ്. ചന്ദ്രുവോ പോയി. നിന്നെയെങ്കിലും ഒന്ന് കെട്ടാമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാ ഇവൻ ഇടയിൽ കയറി കുഴപ്പമുണ്ടാക്കിയത്. മറ്റുള്ളവരെ പറ്റി നുണ പറഞ്ഞുണ്ടാക്കി എന്താ ഉണ്ടാവാന്നറിയോ? അച്ഛനറിയോ, വേണു നിർബന്ധിച്ച് അച്ഛനെ എസ്റ്റേറ്റിൽ തനിയാക്കണ്ടാന്ന്. എന്നിട്ട് അച്ഛനോ? അയ്യോ പാവം, പരോപകാരി. കല്യാണി, ഇതോട്ട് നോക്കി, ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവരുമോ? വെള്ളം. താങ്ക് യു മാഡം. ആ, ഞങ്ങൾ ഇറങ്ങാം മോളെ. അച്ഛനെ ഒളിച്ചേലി നിർത്താൻ ഭാവമുണ്ടോ? നിർത്താൻ ഞാനും തുടങ്ങിയിട്ടില്ല മോളെ. ആരായാലും നിർത്തിക്കോളൂ. പുള്ളിയെ നുണ പറയാൻ കേവല, സൂക്ഷിച്ചോ.
അന്ന് സിഗരറ്റ് വലിക്കില്ല എന്ന് പറഞ്ഞില്ലേ, അയാളുടെ കൈവിരൽ നോക്കിയാൽ അറിയാം എന്റെ മാതിരി മഞ്ഞക്കര ഉണ്ടാവും. അപ്പൊ കല്യാണിക്ക് വേണുവിന്റെ കുന്നുകുളത്തെ പഠിത്തത്തെ പറ്റി അറിയില്ല. കേട്ടില്ലേ, അവർ ചന്ദ്രി വിചാരിച്ച് കോളേജിലെ കാര്യങ്ങളൊന്നും സംസാരിക്കാറില്ല. പച്ച നുണ. നിന്റെ കുഴപ്പം എന്താണെന്നറിയോ? നിന്റെ മനസ്സിൽ തോന്നി വന്നു വേണു ചീത്തയാണെന്ന്. അപ്പൊ അമ്മാവിന് കല്യാണം നടത്തുമല്ലേ? വിജയ, കല്യാണിക്ക് വയസ്സ് 25ആയി. ഞാൻ സമ്മതിച്ചാലും ഇല്ലെങ്കിലും ഈ കല്യാണം നടക്കും. എനിക്ക് കല്യാണിയും കൂടി നീ നഷ്ടപ്പെടുത്തരുത്. എനിക്കും അതാ പേടി. കുറച്ചു കാലം കഴിഞ്ഞാ കല്യാണി ഉണ്ടാവില്ല. അതിനു മുമ്പ് അയാൾ അമ്മാവിനെയും ക്ലോസ് ആക്കും. ഓർമ്മ വെച്ചോളൂ. ആ വാള് ടിപ്പു സുൽത്താന്റെ പടത്തലവന്റെ ആയിരുന്നു. മൂപ്പരവരുടെ മുതുമുത്തച്ഛനാ. പാലക്കാട്ടെ കോട്ടവണിയാനൊക്കെ മൂപ്പരായിരുന്നു മേൽക്കാര്യസ്ഥൻ. ആ ഓർമ്മയുണ്ടോ? അന്നത്തെ കോഴിക്കോട് സാമൂതിരി മൂപ്പർ കൊടുത്തതാ. മതി മതി. കൂടല്ലൂരിന്ന് ഇതുവരെ വന്ന് ഒന്നും കഴിക്കാണ്ടിരിക്കുക. ഇനി 9 ആവും അത്താഴത്തിന്. എന്തോ കാറിലെ യാത്ര കഴിഞ്ഞിട്ട് ഒന്നും കഴിക്കാൻ തോന്നുന്നില്ല. നോക്ക് കുറച്ചുകൂടി ആവാം. വേണ്ട കുറുപ്പേ, അമ്മയ്ക്ക് തണുക്കുണ്ടോ? ഇല്ല, മോളിലെ ഷോളുള്ളത് കൊണ്ട് തണുപ്പ് അറിയുന്നില്ല. മദ്രാസ് ഫോണുണ്ട്, പിന്നെ വിളിക്കാൻ പറയണോ? വേണ്ട, എന്റെ കഴിഞ്ഞു. ഞാനെടുക്കാം. വേണ്ട. അച്ഛൻ എന്താ ഇന്ന്? ആർക്കറിയാം, മറ്റുള്ളവരുടെ കാര്യത്തിൽ തലയിടാൻ പറ്റാത്തോണ്ടാവും. ഞാൻ അടിയന്തരമായി ഒന്ന് പുറത്തു പോവാണ്. ഞാനും കൂടെ വരാം. ആവശ്യമില്ല. മൂപ്പർക്ക് എന്ത് പറ്റി? അമ്മയ്ക്ക് കല്യാണി വലിയ ഇഷ്ടമായെന്ന് പറഞ്ഞു. ഞാൻ അമ്മയോട് വരുമ്പോ പറഞ്ഞു, കല്യാണത്തിന് മുമ്പുള്ള ഈ 11 ദിവസം സുഖിച്ചോളാൻ, പിന്നെ ലഹള തുടങ്ങാമെന്ന്. അമ്മയായിട്ട് ആരും ലഹള കൂടില്ല. ഞാൻ തമാശ പറഞ്ഞല്ലേ. നമുക്ക് 2 കുട്ടികൾ മതി, ഒരാണും ഒരു പെണ്ണും. 3, 4 ആയാലും എനിക്കൊരു വിരോധവുമില്ല. 2 മതി. എന്നാൽ ഒരാളെ പാലക്കാട്ടും മറ്റേയാളെ എറണാകുളത്തും പഠിപ്പിക്കാം, ഞങ്ങളുടെ മാതിരി. ഓ, അവര് വല്ല ഡൽഹിയിലും ബോംബെയിലും ഒക്കെ അവസാനം പോയി പഠിക്കും. നമ്മൾ പ്ലാൻ ചെയ്ത പോലെ നടക്കത്തുമില്ല. ഒരാളെ ഉള്ളെങ്കിൽ എറണാകുളം മഹാരാജാസിൽ, ഞാൻ പോയെടുത്ത് തന്നെ. അഥവാ അവൾക്ക് മഹാരാജാസ് ഇഷ്ടായില്ലെങ്കിൽ പാലക്കാട്ടേക്ക് മാറ്റാം. ചന്ദ്രന് വലിയ ഇഷ്ടായിരുന്നു. അത് പറ്റില്ല കല്യാണി. ഏ, ട്രാൻസ്ഫർ ചെയ്താ കൊല്ലം നഷ്ടപ്പെടും. എനിക്ക് പറ്റിയ പോലെ. വേണു എപ്പോഴാ ട്രാൻസ്ഫർ ചെയ്ത്? ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട് കല്യാണിയോട്. ഇല്ല. ഓ, ഉറപ്പാ. നീ മറന്നുപോയതാ. ഞാൻ ആദ്യം കുന്നംകുളം സെന്റ് മാത്യൂസ് പഠിച്ചു. പിന്നെ അങ്ങ് പാലക്കാട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്തോണ്ട് 1 കൊല്ലം ഒന്ന് പോയി. കുന്നംകുളോ? അവിടെ അമ്പി പഠിച്ചത്? അതെ, അറിയാം. ചന്ദ്രയെ പറഞ്ഞിരുന്നു. അപ്പൊ വേണുവിന് അമ്പി അറിയായിരുന്നു? ഇല്ല, പക്ഷെ ചന്ദ്രയെ ഒരു ദിവസം ഒരു ഫോട്ടോ എന്നെ കാണിച്ചു. അപ്പൊ കണ്ട പരിചയം തോന്നി. ഞാൻ ഇതൊക്കെ പണ്ടേ പറഞ്ഞിട്ടുള്ളല്ലേ? ഇല്ല, എനിക്ക് ഉറപ്പാ. പറഞ്ഞതാ എന്റെ ധാരണ. കുന്നംകുളം പഠിക്കാൻ തുടങ്ങിയ 2 മാസം കഴിഞ്ഞപ്പോ പൈസ തീരെ കഴിഞ്ഞു. കുറച്ചു കാലമൊക്കെ പിടിച്ചു നിന്നു. പക്ഷെ ഒരു ടൈം കഴിഞ്ഞപ്പോ വിടേണ്ടി വന്നു. ഭാഗ്യത്തിന് പാലക്കാട്ടൊരു ജോലി കിട്ടി. അതുകൊണ്ട് പഠിക്കാൻ പറ്റി. ഓ, ക്രെഡിറ്റ് ഒന്നും കിട്ടിയില്ല. 4 മാസം കഴിഞ്ഞപ്പോ ആ ഹോട്ടൽ ഉടമസ്ഥൻ ഹോട്ടൽ അങ്ങ് വിറ്റു. അങ്ങനെ ഇവിടെ എത്തിച്ചേർന്നു. എന്റെ വേണു, I'm so happy. I'm so happy. ഞാൻ നേരെ ഡ്രസ് ചെയ്തുകൂടിയില്ല. എന്റെ കല്യാണി, നീ ഇങ്ങനെ തന്നെ ഒരു സുന്ദരിയാണല്ലോ. പിന്നെ നിന്നെ തിരിച്ചുകൊണ്ട് വിട്ടിട്ട് വേണം എനിക്ക് കോഴിക്കോട്ടെത്താൻ. കല്യാണം മുടക്കൽ മാത്രം ജോലിയായാൽ എന്റെ വയറ്റപ്പഴപ്പ്. അത് ആ മാവ് പൂത്തിരിക്കുന്ന കണ്ടോ? ഇക്കുറി നേരത്തെയാണെന്ന് തോന്നുന്നു. പണ്ട് വേലുമാഷ്ട മാവുമേൽ ഞാനും ചന്ദ്രവും കയറിയിരുന്നത്. ഞാൻ വെറുതെ കണ്ണിമാങ്ങ വേണമെന്ന് പറഞ്ഞപ്പോ നിങ്ങൾ രണ്ടുപേരും മാവുമ്മേ കയറി. അന്ന് ചേട്ടൻ പിന്നാലെ പോയി പിടിച്ചിട്ടില്ലെങ്കിൽ ചന്ദ്രി.
കാറ് വെച്ച് ആഹാ, ഇവൻ കാണാൻ ഭംഗിയില്ലെന്നേ ഉള്ളൂ, എഞ്ചിൻ സൂപ്പറാ. ആ വേണു സാറാണോ? മോളില്ലല്ലോ. വിജയ സാറിന്റെ കൂടെ കൂടുതലവർക്ക് സാറിന്റെ വീട്ടിൽ പോയിരിക്ക. ഇല്ല, പറഞ്ഞില്ല. മടങ്ങുന്ന അറിയില്ല. വിജയ സാറിന് കോഴിക്കോട് പോകണമെന്ന് പറഞ്ഞു. മോള് തന്നെ മടങ്ങി വരായിരിക്കാം. എന്തു പറ്റി? കല്ലിടിച്ചതാ, റേഡിയേറ്റർ സീറ്റ്, ഇനി കാറ് പോകില്ല. അയ്യോ, ഇനിയിപ്പോ എന്താ ചെയ്യാ? അച്ഛനെ വിളിച്ചു പറഞ്ഞാൽ വേറെ കാർ അയച്ചു തരും. ഫോൺ ചെയ്യണമെങ്കിൽ ഇനി 1.5 മൈൽ നടക്കണം. സാരമില്ല, നിന്നെ ഞാൻ വേണുവിന്റെ വീട്ടിൽ കൊണ്ടാക്കി തിരിച്ചു വന്ന് ശരിയായിക്കൊള്ളാം. ഈ നടക്കാനുള്ള ദൂരേ ഉള്ളൂ. അല്ല, കാറിന് എന്ത് പറ്റിയാവോ? റേഡിയേറ്റർ കേടായി, കുറച്ച് താറ് കിട്ടാൻ വല്ല വഴിയുണ്ടോ? നേരെ പറക്കുളത്തേക്ക് ചെന്നാ മതി. ആ, അല്ല, ഭാര്യയും ഭർത്താവും കൂടി എങ്ങോട്ടാണാവോ നട്ടുച്ചയ്ക്ക്? മാടമ്പത്തേക്ക് നേരെ പോയാൽ മതിയല്ലോ. വേണു സാറിന്റെ ആ, അത് തന്നെ. ഓ, അതിനെ ഈ വഴി ഇപ്പൊ ആരും ഉപയോഗിക്കാറില്ല. ആ. അത്ര മോശ. നേരെ പോയി ആ ഞാവലിന്റെ വലത്തുവശത്തേക്ക് തിരിഞ്ഞാ മതി. ആ. അതിന്റെ കിഴക്കുവശത്ത് തന്നെയാ. ആ. ആ, നിങ്ങൾ ആദ്യമായിട്ടല്ലേ, വളരെ സൂക്ഷിക്കണം. പിന്നെ അവിടെ 3-4 ആടുകളും ഒരു ചെറുമീൻ വീണ് ചത്തവാ. പറഞ്ഞില്ലാന്ന് വേണ്ട. ഊപ്പിലാൻ പറഞ്ഞത് കേട്ടോ, ഭാര്യയും ഭർത്താവും എന്ന്. നിന്റെ തന്തപ്പടി കേൾക്കണ്ട. ആ ധിക്കാരി എന്റെ മോളെ കല്യാണം എനിക്ക് കഴിച്ച് ഇഷ്ടമുള്ള ആളെ ഞാൻ കല്യാണം കഴിക്കുമെന്ന് അച്ഛനറിയാം. ആ മോളോ ഇന്നിവിടെ? മോനും ഇത് അച്ഛന്റെ മരുമകനാ. വിമലല്ലേ? അത് ഇട്ട പേരാ, എല്ലാരും വിളിക്കുന്ന വിജയെന്ന്. ആണേ. ഞാനിന്ന് മോൾക്കും കുട്ടനും ഒരു അർച്ചനയ്ക്ക് വേണ്ടി മണമക്കാവ് പോവായിരുന്നു. അപ്പൊ മോളെന്നെ ഇവിടെ എത്തി. ദീർഘായുസ് ഉണ്ട് കേട്ടോ. വരൂ. ആ. ഇരിക്കൂ. മോൾക്ക് കുടിക്കാൻ കുറച്ച് സംഭാരം ഇപ്പൊ ഒന്നും വേണ്ട അമ്മേ. മോളിന്നിവിടെ? അവൾ നെക്ലേസിന്റെ കാര്യം പറയാൻ വേണ്ടി എന്റെ അടുത്ത് വന്നതാ. അപ്പൊ അമ്മയെ കാണുന്നൊരു നിർബന്ധം. മോൾക്ക് ക്ഷീണാണ്. കല്യാണം കഴിഞ്ഞാലെങ്കിലും കുറച്ചു ദിവസം രണ്ടുപേരും സ്വസ്ഥമായിട്ടിരിക്കും. കുട്ടനെ എപ്പോഴും അലച്ചില്ല. അന്ന് മോൻ ബന്ധം പറഞ്ഞില്ലല്ലോ. ഞാനും വേണു ഒരേ വിഷയങ്ങളാ പഠിച്ചത്, ഒന്നൊഴിച്ച്. ഞാൻ ഫ്രഞ്ചും വേണു ഹിന്ദി. അല്ലല്ലോ മോനെ, വേണു കുന്നംകുളത്താ ഹിന്ദി പഠിച്ചത്, പാലക്കാട്ട് മലയാളമായിരുന്നു. ശരിയാ, വേണു പാലക്കാട് മലയാളം പഠിച്ചത്. വേണു കുന്നംകുളത്താ ഹിന്ദി പഠിച്ചത്. ഞാൻ കുറെ പറഞ്ഞു നോക്കി, കോളേജ് മാറണ്ടാന്ന്. ഇനി മാറിയാലും വിഷയെങ്കിലും മാറണ്ടാന്ന്. പക്ഷെ അവന് ഒരേ വാശിയായിരുന്നു, ഹിന്ദി പഠിച്ചോണ്ട് എന്താ കാര്യം. മോള് വന്നിട്ട് വീട് കാണണ്ടേ? നിങ്ങൾ അമ്മായിയമ്മയും മരുമോളും വീട് കാണി. ഇത് പൂജാമുറി, ഇതാണ് കുട്ടന്റെ മുറി. വല്ല നിധി കാക്കണ മാതിരിയാണ് അവന്റെ പെട്ടികൾ അവൻ സൂക്ഷിക്കുന്നത്. ഞാൻ പോലെ ഈ മുറി കയറുന്നത് അവന് ഇഷ്ടമല്ല. ഇത് അടക്കള. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. മോൾ ആദ്യമായിട്ട് വന്നിട്ട് ഒന്നും കഴിക്കാണ്ട് പോണത് കഷ്ടായി. അതിരിക്കട്ടെ, ഞാൻ ഒരു സാധനം കൊണ്ടുവന്ന് തരാം. പാവം അമ്പി. മോൾക്ക് ശർക്കരപ്പേരി ഇഷ്ടാണെന്ന് വേണു പറഞ്ഞപ്പോ ഞാൻ മോൾക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചതാ. മോളാ വാതിൽ ഞാൻ പൂട്ടാമ്മേ. അമിത, ഞാൻ
പോട്ടെ. ശരി മോളെ. അയ്യോ, ഞാൻ എന്റെ ബാഗ് എടുക്കാൻ മറന്നു. മനസ്സിൽ കല്യാണവും മധുവിധവും ആലോചിച്ച് കിടന്ന ഇതാ പറ്റുക. ശരി, തിരിച്ചു കിടക്കും. ഞങ്ങൾ വേണ്ട, വിജയേട്ടൻ കാറ് ശരിയാക്കാൻ നോക്ക്, ഞാൻ പോയി എടുത്തിട്ട് വരാം. കൊച്ചിയെ വല്ല ചേരിയോ ഇല്ലെന്നേ, ഞാൻ പോയി എടുത്തിട്ട് വരാം. വിജയേട്ടന് കോഴിക്കോട് എത്തണ്ടല്ലേ ഇന്ന് രാത്രി? ശരി, വേഗം പോട്ടു.
വിജയൻ കല്യാണിയോടെ വിട്ടിട്ട് കോഴിക്കോട് പോയിക്കാണെന്ന് എനിക്കറിയാം. നീ കരയുകയാണോ? അയാൾക്ക് വേണ്ടിയല്ല. അത് നിന്റെ അല്ലേ? അതെ. കല്യാണ ഹൗസ് ഇടാൻ വേണ്ടി അമ്മ തന്നതാ. അത് നന്നായി, നടക്കാതെ കഴിഞ്ഞൂലോ.